ഞാൻ രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ രക്ഷയെക്കുറിച്ചുള്ള ശക്തമായ ദൂത് ദൈവം എന്നെ ഏൽപ്പിച്ചു. 12-ാമത്തെ വയസ്സ് മുതൽ ആധികാരികമായി ഞാനത് പറഞ്ഞു. ഒരു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ള ആഴമായ ക്ലാസ്സുകൾ ദൈവം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇവിടെ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തേതിൽ ദൈവം വേർപാടെന്ന വിഷയം എന്നെ ഗൗരവമായി ഏൽപ്പിച്ചു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയം ദൈവം എന്നെ ഗൗരവമായി ഏൽപ്പിച്ചു. ഇതിൽ ഓരോന്നിലും വിടുവിക്കപ്പെട്ടവരുടെ എണ്ണം 10,000-ങ്ങളിൽ വിടുവിക്കപ്പെട്ടവരുടെ എണ്ണം. അനേക ആത്മീക പടികളിലൂടെ ദൈവം എന്നെ നടത്തി. ഏതാണ്ട് 1 വർഷമായി കർത്താവ് എന്നെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അതിശ്രേഷ്ഠമായ ആലോചനയാണ് മനുഷ്യൻ്റെ 3 പതനങ്ങൾ, 3 വീഴ്ചകൾ. ഈ 3 വീഴ്ചകളിൽ നിന്നുള്ള ദൈവിക വീണ്ടെടുപ്പ്, ഇതാണ് ഇന്ന് എന്നെ ദൈവം ഏൽപ്പിച്ച വിഷയം. അതുകൊണ്ട് ആ വിഷയം ഞാനിവിടെ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വേഗത്തിൽ തീർക്കേണ്ടതിന് ഒന്ന് അറേഞ്ച് ചെയ്ത് സംസാരിക്കേണ്ടതിനായി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ദയവായി ക്ഷമിക്കണം. വേദപുസ്തകം കമ്പ്യൂട്ടറിൽ നിന്ന് വായിക്കുന്നതിനേക്കാൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനത് കൊണ്ടു നടക്കാറുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പരിമിതപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇതിനകത്തുനിന്ന് വായിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും വായിക്കാറുണ്ട്. കാര്യം വേദപുസ്തകമാണെന്ന് ഞാനിതിനെ ബഹുമാനിച്ചതാണ്. അതുകൊണ്ട് മാത്രം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയം മനുഷ്യൻ്റെ 3 അധപ്പതനങ്ങൾ, വീഴ്ചകൾ എന്നതാണ്. അതിൽ 1-ാമത്തെ ഭാഗമായി നമ്മൾ ചിന്തിച്ചത് ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ വകയാണ്. ദൈവം തൻ്റെ വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശബ്ദം ഇതിനകത്തുണ്ടായിരുന്നു. ശാസ്ത്രീയ ഭാഷയിൽ സി ബോസൻ, ഡബ്ല്യു ബോസൻ, എക്സ് ബോസൻ എന്നതിനെ വിളിച്ചു. ഈ 3 ശബ്ദങ്ങളെ ഒരുമിച്ച് ചേർത്തത് യേശുവാണ്. പ്രൊവർബ്സിൽ സദൃശവാക്യങ്ങളിൽ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ഇന്നലെ തൊട്ടില്ല. കർത്താവേ, നീ ആകാശത്തിന് വൃത്തം വരച്ചപ്പോൾ ഞാൻ അങ്ങയുടെ മുൻപിൽ ശില്പിയായിരുന്നു. യേശുവിൻ്റെ പദപ്രയോഗമാണത്. ഞാനായിരുന്നു ഇതിൻ്റെ ശില്പി. പിതാവിങ്കിൽ നിന്ന് വന്ന വാർത്തകളും പുത്രങ്കിൽ നിന്ന് വാർത്തകളും പരിശുദ്ധാത്മാവിൽ നിന്ന് വാർത്തകളും ഞാൻ ഒരുമിച്ച് ചേർത്തു. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു, അവനായും, ക്രിസ്തുവിനെ കുറിച്ചാണ്, അവനായും അവനാലും സകലതും സൃഷ്ടിക്കപ്പെട്ടു, ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല. ഇങ്ങനെ സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും, ആകാശവും അതിൽ വസിക്കുന്നതായ ദൂതഗണങ്ങളും എന്ന് നമുക്ക് പറയാം, മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയായി ദൈവം സൃഷ്ടിച്ചെടുത്തു. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. സകല പ്രപഞ്ചവും ദൈവത്തിൻ്റെ സ്വന്തമാകയാൽ മറ്റാരോടും ഒന്നും ചോദിക്കേണ്ടതില്ല. തൻ്റെ സ്വന്തമാണ്. എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തമാണെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയതുപോലെ എൻ്റെ ഭാര്യയോട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. എൻ്റെ മക്കൾ എൻ്റെ സ്വന്തമാണ് അല്ലെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയതുപോലെ ഒന്നും എൻ്റെ ഭാര്യയോട് ചെയ്യാനൊക്കത്തില്ല. പക്ഷെ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു കളിപ്പാട്ടം എൻ്റെ സ്വന്തമാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണേൽ ചെയ്യാം. രൂപം മാറ്റാം, ഭാവം മാറ്റാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പ്രപഞ്ചം ദൈവത്തിൻ്റെ സ്വന്തമാണ്. തൻ്റെ സ്വന്തം അധികാരത്തിലുള്ളതും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ്. സകല ദൂതന്മാരും തന്നെ ആരാധിക്കണം എന്ന് ദൈവം പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ദൈവം ആകാശത്തെ ഉണ്ടാക്കിയത്? പാർപ്പിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. അടുത്ത് നമ്മൾ കണ്ടത്, ഇപ്പോൾ ആരും ബൈബിൾ തുറക്കരുതേ, ഞാൻ ഇന്നലെ പറഞ്ഞ ഭാഗം ഓർപ്പിച്ചു പോവുകയാണ്. 1 മണിയാകുമ്പോൾ എനിക്കിത് നിർത്തണമെന്നുണ്ട്. നിർത്തിച്ച് രോഗികൾക്കായി പ്രാർത്ഥിക്കാനുണ്ട് അരമണിക്കൂർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം കഴിവതും വേഗത്തിൽ പോകണം. ഇന്ന് വൈകിട്ട് 7 മണിക്ക് എനിക്ക് ബാംഗ്ലൂരിലൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. ഇന്നലെ പഠിച്ചത് നമ്മൾ തിരിച്ച് ആവർത്തിച്ച് ചിന്തിക്കുക. യെശയ്യാവ് 45 പ്രകാരം ആകാശത്തെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല, പകരം പാർപ്പിന് വേണ്ടിയായിരുന്നു. പിന്നെ യെശയ്യാവ് 45 തന്നെ പറഞ്ഞ് ഭൂമിയെ സൃഷ്ടിച്ചതും പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. ഇന്ന് മനുഷ്യനെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ പോയാൽ, കുറിച്ചെടുക്കുന്നവരെടുത്തു, 28-ൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ലൂസിഫർ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ സ്വർഗത്തിലായിരുന്നു. ലൂസിഫറിനെ സകലവിധ രത്നങ്ങൾ കൊണ്ട് മൂടി സ്വർഗത്തിൽ ഇരുത്തിയിരുന്നു. അവനവിടെ അഹങ്കരിച്ചു പോയി. ദൈവത്തെ അനുസരിപ്പാൻ അവന് മനസ്സില്ലാതെ പോയി. ആകയാൽ ലൂസിഫറിനെ ദൈവം ലൂസിഫറിനെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കുകയും അവനെ പാർപ്പിക്കേണ്ടതിന് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. വേദപുസ്തകത്തിൽ 2 പ്രാവശ്യമാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്ന പദം.
ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ നമ്മുടെ സകല ഗോളങ്ങളിലും അടിസ്ഥാനമുള്ള ഒറ്റ ഗോളമേ ഉള്ളത് ഭൂമിയാണ്. വേദപുസ്തകപ്രകാരം അടിസ്ഥാനമുള്ള 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് സ്വർഗം, അതിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. 2 ഭൂമി, ശാസ്ത്രം പറയുന്നു അതിന് 7 അടിസ്ഥാനങ്ങളുണ്ട്. സ്വർഗത്തിൻ്റെ റിപ്ലിക്കയായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. സ്വർഗത്തിൻ്റെ കോളനിയാക്കുവാൻ ദൈവം ഭൂമിയെക്കുറിച്ച് ആഗ്രഹിച്ചു. അങ്ങനെ 9.2 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ദൈവം ഭൂമിക്ക് 7 ലെവലുള്ള ഒരടിസ്ഥാനമിട്ടു. ആ ഭൂമിയിലേക്ക് ദൈവം ആദം ഹവ്വമാരെ കൊണ്ട് പാർപ്പിച്ചു. ലൂസിഫറിനെ കൊണ്ട് പാർപ്പിച്ചു. ലൂസിഫറിനോട് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ കോളനിയാക്കി ഭൂമിയെ കൊണ്ടുപോകുവാനും ദൈവത്തിൻ്റെ വൈസ്രോയിയായി അവൻ ഭരിക്കുവാനും ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ ലൂസിഫർ അവിടെ നിന്ന് ദൈവകൽപ്പനയിൽ വിരസത കാണിക്കുകയും അവന് തോന്നിയതുപോലെ ഭൂമിയിൽ അവൻ്റെ സംസ്കാരം കൊണ്ടുവരുവാൻ അവൻ തീരുമാനിക്കുകയും ചെയ്തു. അവൻ ദൈവകൽപ്പനയോട് ചെറുത്തു നിന്നു, ദൈവകൽപ്പനയോട് മറുതലിച്ചു നിന്നു. ആകയാൽ ദൈവം ലൂസിഫറിനോട് കോപിക്കുകയും അവനെ ആകാശത്തിൻ്റെ അധിപനായി എടുത്തു കളയുകയും ചെയ്തു. ഇന്നലെ പറയാഞ്ഞ ഒരു കാര്യമാണ്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ലൂസിഫറിന് വേണ്ടിയാണെന്ന് തെളിയിക്കുന്ന ഇതര ഭാഗങ്ങൾ ബൈബിളിലുണ്ടോ? സൂചനയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി പിതാവായ ദൈവം സാത്താനെ അനുവദിച്ചു. സാത്താൻ അവനെ ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിൽ, ഒരു മലയിൽ കൊണ്ടുപോയി. അവിടെ നിന്നുകൊണ്ട് ഈ ഭൂമി മുഴുവനും കാണിച്ചേച്ച് ലൂസിഫറിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ഇത് മുഴുവനും എൻ്റേതാ. ആരോടാ ഈ പറയുന്നത്? സൃഷ്ടാവിനോടാ. എന്നെ ധൈര്യത്തിലായി പറയുന്നത്. അവന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് ദൈവത്തിനും അറിയാം, അവനും അറിയാം, രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ടാണ് അല്ലടാ യേശു ഒരു വാക്ക് പറയാഞ്ഞത്. അവന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ അവൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഇതിനെ കൊണ്ടുപോകുന്നില്ല എന്ന് കണ്ടതിനാൽ അവനെ അവിടെ നിന്ന് തള്ളുകയും ഇനി അവനിവിടെ തിരികെ വന്ന് സ്ഥിരം താമസം ഇല്ലാതിരിക്കേണ്ടതിന് ഇതിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുകയും ചെയ്തു. അന്തരീക്ഷത്തെ മാറ്റുന്ന കൂട്ടത്തിൽ ആ സൂര്യനിൽ നിന്ന് വരുന്ന വിഷരശ്മികൾ ഭൂമിയെ തൊടാതിരിക്കേണ്ടതിന് അതിനൊരു വലയം സൃഷ്ടിച്ചു. അയണോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കും, ഒരരിപ്പയെന്ന് സാധാരണ ഭാഷയിൽ പറയാം. അന്നുണ്ടായിരുന്ന കോസ്മോസ് എന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനം പറഞ്ഞു. 2 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും, 2 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അന്നുണ്ടായിരുന്ന ആകാശമെന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം അന്നുണ്ടായിരുന്ന കോസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. കോസ്മോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആകാശമെന്നല്ല, അങ്ങനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. കോസ്മോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അന്തരീക്ഷ സ്ഥിതി എന്നാണ്. അന്തരീക്ഷ സ്ഥിതി, അന്തരീക്ഷത്തെ ദൈവം മാറ്റി. ആ സൂര്യനിൽ നിന്നുള്ള വിഷരശ്മികൾ നമ്മിലേക്ക് വരാതെ ഓക്സിജൻ ഇവിടെ ലഭിക്കത്തക്കവണ്ണം, വെള്ളം ഇവിടെ ലഭിക്കത്തക്കവണ്ണം. ഇതൊന്നും ലൂസിഫറിന് വേണ്ടായിരുന്നു, നമുക്ക് വേണം. ഇതെല്ലാം ദൈവം ഇവിടെ സ്ഥാപിച്ചു. എന്നിട്ട് ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ആദാമിനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഒന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. ഭയങ്കര അർത്ഥവത്തായ സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. 2, ദൈവത്തിൻ്റെ വൈസ്രോയി ആകേണ്ടതിന് തേജസ്സിൻ്റെ വസ്ത്രം അവനെ അണിയിച്ചു. ദൈവത്തെ പോലുള്ള വസ്ത്രം. ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും പെറ്റുപെരുകി ഭൂമിയെ നിറയ്ക്കുവാൻ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവർക്ക് ഭൂമിയുടെ മേൽ അധികാരം കൽപ്പിച്ചാക്കി. ഇതിനെയെല്ലാം പിശാച് ചോദ്യം ചെയ്യും എന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മനുഷ്യനിൽ നിന്ന് അകറ്റുവാൻ പിശാചിനെ കൊണ്ട് ഒക്കുന്നത് അത് ചെയ്തു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. തേജസ്സിൻ്റെ വസ്ത്രം മനുഷ്യനിൽ നിന്ന് എടുത്തു കളഞ്ഞു. സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ച് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്ന തത്വത്തിൽ നിന്ന് മാറി ഇന്ത്യ ഉൾപ്പെടെ സെയിം സെക്സ് മാരേജ്, പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുവാൻ ലോകം ആവശ്യപ്പെട്ടു. പൈശാചിക സംസ്കാരം മടങ്ങി വരികയാണ്. ലോത്തിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചിരുന്നു, ഇന്ന് വീണ്ടും ഇത് മടങ്ങി വരികയാണ്. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, ഏതോ ഒരു സ്ഥലത്ത് 2002 സെയിം സെക്സ് മാരേജ് അനുവദിക്കപ്പെട്ടുവെന്ന്. അല്പം കൂടെ പുറകോട്ട് ചരിത്രമുണ്ട്. 2000 ആണ്ടിൽ അമേരിക്കയിൽ സെയിം സെക്സ് മാരേജ് ഇംഗ്ലണ്ടിൽ സെയിം സെക്സ് മാരേജ് അനുവദിക്കപ്പെട്ടു. 2002 അമേരിക്കയിൽ അനുവദിക്കപ്പെട്ടു. ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടു. ലോകം മുഴുവനും ഇന്നിങ്ങനെ ആയിക്കഴിഞ്ഞു. അവർക്ക് ദൈവം കൊടുത്ത അധികാരങ്ങളെ പിശാച് അവരിൽ നിന്ന് എടുത്തു മാറ്റി ഇങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ അവൻ വികൃതമാക്കുവാൻ തീരുമാനിച്ചു. ഓക്കെ,
ആദം ഹവ്വമാർ അരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ആ വൃക്ഷഫലം തിന്നതിനാൽ ഒന്നാമത്തെ വീഴ്ചയിൽ അകപ്പെടുകയും ചെയ്തു. കേവലം ഫലം തിന്നുവെന്ന് മാത്രമൊന്നുമല്ല, ഒത്തിരി കൂടുതലുണ്ട്. അങ്ങോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാനൊരു സൂചന തരാം. ചെറുപ്പക്കാർ ധാരാളം ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. ഈ വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് ലൈംഗിക വികാരങ്ങളെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു ആ വൃക്ഷത്തിൻ്റെ ഫലം. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു അവർ നഗ്നർ എന്ന് തിരിച്ചറിഞ്ഞു. വേറൊരു ഭാഷയിൽ അന്യോന്യം നഗ്നത തിരിച്ചറിഞ്ഞു. ഞങ്ങൾ നഗ്നരാകയാൽ ഓടി ഒളിച്ചു എന്ന് കർത്താവിനോട് പറയുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം വൃക്ഷഫലം തിന്നോന്നായിരുന്നു. ആ വൃക്ഷഫലം ദൈവം ഒന്നുകൂടെ അനുഗ്രഹിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വളരേണ്ട പ്രായം വരെ, ആത്മീക പ്രായം വരെ അവർ വളർന്ന് വിശ്വസ്തത തെളിയിച്ച ശേഷം ദൈവം അവരെ ഒന്നുകൂടെ അനുഗ്രഹിച്ചിട്ട് ആ വൃക്ഷഫലം കൊടുക്കുകയായിരുന്നു ദൈവത്തിൻ്റെ താല്പര്യം. എന്നാൽ സാത്താൻ്റെ താല്പര്യം അതായിരുന്നില്ല. അതിനു മുന്നമേ, ദൈവത്തിൻ്റെ സമയത്തിന് മുന്നമേ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ കുറിക്കൊള്ളട്ടെ, ഇതായിരുന്നു ആദ്യത്തെ പാപത്തിൽ ഒന്ന്. വൃക്ഷഫലം തിന്നു. ഇനിയും അതിൻ്റെ ഫലമായിട്ടാണ് കായൻ ജനിച്ചത്. കായനെക്കുറിച്ച് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത് കായൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നെന്നാണ്. ദുഷ്ടൻ്റെ മകനായി ജനിച്ചു എന്നല്ല. ഇംഗ്ലീഷിൽ 2 പ്രയോഗമുണ്ട്: ഫ്രം ദ ഈവിൾ, ഫ്രം ദ വിക്കറ്റ് ആൻഡ് ഓഫ് ദ വിക്കറ്റ്. ഇതിൽ കായൻ, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ വിക്കറ്റ് ബട്ട് ഹീ വാസ് ഓഫ് ദ വിക്കറ്റ്. അവൻ്റെ ജനനത്തിൻ്റെ പിമ്പിലെ പ്രേരണ കൊടുത്തത് പൈശാചിക ശക്തിയായിരുന്നു. അവൻ കായൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു എന്ന് മലയാള വേദ പുസ്തകത്തിൽ പറയുന്നു. ഓക്കെ, നമുക്കും ഇത് വരാതിരിക്കട്ടെ. ഒന്നാമത്തെ വീഴ്ചയിൽ മനുഷ്യന് നഷ്ടപ്പെട്ടത്, ഒന്ന്, പറുദീസ നഷ്ടമായി. ഇന്നലെ ഞാൻ വിശദീകരിച്ചു. 2, മരണം മനുഷ്യനിലേക്ക് കടന്നു. ജീവനോടെ സൃഷ്ടിച്ച മനുഷ്യൻ മരിക്കാതെ ഇരിക്കാനാണ് ദൈവം സൃഷ്ടിച്ചത്. മരണം കടന്നു. അത് ശാപത്തിൻ്റെ കാരണമാണ്. കഠിനാധ്വാനവും ദാരിദ്ര്യവും മനുഷ്യനിൽ പ്രവേശിച്ചു. സ്ത്രീകൾക്ക് പ്രസവ വേദനയും ആശ്രയ ജീവിതവും. നിന്റെ ആഗ്രഹം, ആശ്രയം നിന്റെ ഭർത്താവിനോടായിരിക്കും. ആശ്രയ ജീവിതവും കൽപ്പിച്ചു. സ്ത്രീക്കും സർപ്പത്തിനും തമ്മിൽ ശത്രുത്വം അനുവദിച്ചു. അതുവരെ ശത്രുത്വമില്ലാത്ത ഭൂമിയിൽ ശത്രുത്വമുണ്ടായി. ഇതെല്ലാം ഒന്നാമത്തെ ആ വീഴ്ചയുടെ പരിണിത ഫലങ്ങളായിരുന്നു. പക്ഷേ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തമായ തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പ് ദൈവം അവരെ അണിയിച്ചു കൊടുത്തു. അതിട്ടുകൊണ്ട് അവരിറങ്ങി. തുടർന്നുള്ളതായ ഒരുപാട് വിശദീകരണങ്ങൾ ചാവുകടൽ ലിഖിതങ്ങളിൽ നിന്നാണ് കാണുന്നത്. ഇന്നലെ ഞാൻ എടുത്തു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തുമില്ല. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് മതി, ഞാനങ്ങ് മാറുക. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും മനുഷ്യനെ നഷ്ടമാക്കേണ്ടതിന് വേണ്ടി മനുഷ്യനെ കൊണ്ട് ആഭരണങ്ങൾ അണിയിക്കുകയും ദൈവം സൃഷ്ടിക്കാത്ത ചായങ്ങൾ, കളറുകൾ മനുഷ്യ ശരീരത്തിൽ അടിപ്പിക്കുകയും ചെവിയിലും മൂക്കിലും ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും കിഴുത്തയിട്ട് ആഭരണങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. ദൈവം സൃഷ്ടിച്ച ശരീരത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും കിഴുത്തയില്ല. അതെല്ലാം കൂടെ കൊണ്ടിട്ട് നിങ്ങൾ അന്യജാതികളുടെ ദേവന്മാരുടെ രൂപം കണ്ടാൽ അതിനകത്ത് എല്ലാ പടത്തിലും കിടപ്പുണ്ട്. എല്ലാ ശരീരത്തിൽ കിഴുത്തയുള്ള പുള്ളികളാണ്. ശരീരത്തിന് കിഴുത്തയുണ്ട്. ആ രൂപത്തോട് മനുഷ്യനെ അനുരൂപരാക്കി. അങ്ങനെ ഒന്നാം വീഴ്ച നടന്നു. ഇതിൽ നിന്നൊരു വീണ്ടെടുപ്പ് ഇനിയും നടക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിലാണ്. അതുവരെ നടക്കത്തില്ല. അന്ന് ജീവൻ്റെ വസ്ത്രം തിരിച്ചു തരും, തേജസ്സിൻ്റെ വസ്ത്രം തിരിച്ചു തരും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസ കൊടുക്കും എന്നിങ്ങനെ തിരുവചനത്തിൽ കാണുന്നു. തുടർന്ന് രണ്ടാമത്തെ വീഴ്ചയിലേക്ക് പോകുകയാണ്. മനുഷ്യൻ ഈ പൈശാചിക ശക്തികൾക്ക് വശംവദനായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ നോഹയുടെ കാലത്തെത്തി. നോഹയുടെ കാലത്തെത്തിയതോടെ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു. ചാവീട് ലിഖിതങ്ങളിലൊക്കെ തരുന്ന ആശയങ്ങൾ വലുതാണ്. അക്കാലത്ത് ജനിച്ച രാക്ഷസന്മാരുടെ നീളം, ഉയരം. ചുരുക്കം ചിലർ പറയാറുണ്ട്, വിശുദ്ധിയുള്ള ഒരു തലമുറ, ഒരു സന്തതി അശുദ്ധിയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചതിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞതെന്ന്. അല്ല, അവർക്ക് ജനിച്ചത് രാക്ഷസ കുഞ്ഞുങ്ങളാണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. വിശുദ്ധനായ ഒരു മനുഷ്യനും അശുദ്ധനായ ഒരു മനുഷ്യൻ വിശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ഒരിക്കലും രാക്ഷസ കുഞ്ഞ് ജനിക്കത്തില്ല, മനുഷ്യക്കുഞ്ഞ് ജനിക്കത്തുള്ളൂ. ആ ജനിച്ച കുഞ്ഞുങ്ങൾ രാക്ഷസ കുഞ്ഞുങ്ങളായിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു.
അവരുടെ ഉയരത്തെക്കുറിച്ച് ചാവുകടൽ ലിഖിതങ്ങൾ പറയുന്നത് 1.25 കിലോമീറ്റർ വരെ അവർക്ക് നീളം വെച്ചെന്നാ. 1.25 കിലോമീറ്റർ വരെ ആ കുട്ടികൾക്ക് നീളം വെച്ചു എന്നാണ് ചാവുകടൽ ലിഖിതങ്ങൾ പറയുന്നത്. തിരിഞ്ഞൊന്ന് ആലോചിക്കാം, അവരെ ബാബേൽ കോട്ട പണിയുമ്പോൾ ബാബേൽ കോട്ടയുടെ ഉയരം ഏതാണ്ട് 10 കിലോമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യന് ചിന്തിക്കാൻ ഒക്കത്തില്ല. പക്ഷേ 1.25 കിലോമീറ്റർ ഉയരമുള്ള മനുഷ്യനെ കുറിച്ചും ചിന്തിക്കാൻ ഒക്കത്തില്ലല്ലോ. ആ നീളമുള്ള മനുഷ്യൻ ഇത് പണിയാൻ കഴിയും. ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വായിക്കാനുണ്ട് ബൈബിളിൽ നിന്നും ചാവുകടൽ ലിഖിതങ്ങളിൽ നിന്നുമായിട്ട്. ആട്ടെ, രണ്ടാമത്തെ വീഴ്ച മനുഷ്യൻ വീണു. രണ്ടാമത്തെ വീഴ്ചയുടെ പരിണിത ഫലങ്ങൾ: 1, മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു. നിന്റെ കാലം 120 സംവത്സരമാകും എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആയുസ് നല്ല എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ കാലം 120 സംവത്സരമാകും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ആരും 120 വയസ്സ് വരെ ജീവിച്ച് മരിച്ചതായി കാണുന്നില്ല. നോഹയുടെ കാലത്താണ് കർത്താവ് ഇത് പറയുന്നത്. നോഹ 900 വർഷം വരെ ജീവിച്ചു. 600 ആയിരിക്കും വർഷം വരെ ജീവിച്ചു. നോഹയുടെ മക്കൾ 400-ഉം 600-ഉം ഒക്കെ ജീവിച്ചു. 120-ൽ അവരാരും നിന്നില്ല. പിന്നെ എന്താ ഈ 120 വർഷമാണെന്ന് പറയുന്നത്? നിന്റെ ആയുസ് 120 എന്നല്ല പറഞ്ഞത്, നിന്റെ കാലം 120 വർഷമാകും. നിന്റെ കാലം 120 വർഷമാകും. വളരെ ഹൗൾ ചെയ്യാതെ നോക്കണേ. ലോ ഫ്രീക്വൻസി അങ്ങ് കട്ട് ചെയ്യാമെങ്കിൽ ഹൗളിങ് ഉണ്ടാകില്ല. ഓക്കെ, നിന്റെ കാലം 120 സംവത്സരമാകും. ഒരു കാലം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ സാധാരണഗതിയിൽ ഒരു വർഷത്തെയാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിലും വേദപുസ്തകത്തിൽ പല കണക്കുണ്ട്. ഇന്നലെയെങ്കിലും ഞാൻ തൊട്ടതല്ല, വേദപുസ്തകത്തിൽ പല കണക്കുണ്ട്. അതിൽ ഒന്ന് ജൂബിലി ദിവസങ്ങളാണ്, ജൂബിലി വർഷങ്ങൾ. 50 വർഷം ചേരുന്ന ഒരു കാലഘട്ടത്തെ ജൂബിലി ഇയർ എന്ന് വിളിക്കും. ജൂബിലി ഇയർ. 120 ജൂബിലി വർഷങ്ങൾ ചേർന്നാൽ 6000 എന്നൊരു കണക്ക് കിട്ടും. ആദത്തിനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഒരു കണക്കനുസരിച്ച് ഏറെക്കുറെ 2020-ൽ 6000 വർഷമായി. ഇച്ചിരൂടെ ഗൗരവമായ ചില കണക്കുകൾ പറയുന്നത് ആദമിനെ ഇറക്കി വിട്ടിട്ട് 2013-ൽ 6000 വർഷമായി. 2013 മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറെക്കുറെ 10ഓളം വർഷങ്ങൾ ഒരു ഗ്രേസ് പീരീഡാണ്. കാലം അതിൻ്റെ അന്തത്തിലെത്തി. ഈ കണക്കുകളൊന്നും അക്യുറേറ്റ് അല്ല. 50 or 60 വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്ന് വരാം. ഏറെക്കുറെ ലഭിച്ചിരിക്കുന്നൊരു കണക്കാണ്. യഹൂദനോട് വൈരാഗ്യമുള്ള ജാതികൾ യഹൂദൻ്റെ ആധികാരിക രേഖകൾ മുഴുവൻ നശിപ്പിച്ചു. ക്രിസ്ത്യാനിയോട് വൈരാഗ്യമുള്ളവർ ക്രിസ്ത്യാനിയുടെ ആധികാരിക രേഖകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സകല രേഖകളും നശിപ്പിച്ചെങ്കിലും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാലം കണക്കാക്കുവാൻ കഴിയും. കാര്യം സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, കാലം, സമയം മുതലായവയെ അറിയുവാൻ ഇവ ആകാശത്തിരിക്കട്ടെ. ഭൂമിയിൽ നശിപ്പിക്കുന്ന രേഖകളൊക്കെ നശിപ്പിച്ചെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് ആകാശത്തെ ഗോളങ്ങളെ കണ്ട് ഏറെക്കുറെ സമയം തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ 2013-നും 2020-നും ഇടയിൽ 6000 വർഷമായി. നമ്മളിഞ്ഞ് അന്ത്യ നിമിഷത്തിലാന്ന് മറക്കരുത്. എനി സെക്കൻഡ് കാഹളം ധ്വനിക്കും, വിശുദ്ധന്മാരെടുക്കപ്പെടും. ആ എടുക്കപ്പെടുന്നതിന് ഒരുപാട് കണ്ടീഷനുണ്ട്. അതിൽ ചിലതിലേക്കാണ് ഞാൻ വരുന്നത്. 1, മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു. 2, ശരീരമില്ലാത്ത അശുദ്ധാത്മാക്കൾ സംജാതമായി രണ്ടാമത്തെ വീഴ്ചയോടുകൂടെ. കാര്യം ഈ ദൂതന്മാരിലും ചിലതിന് ദൈവം നാശം വരുത്തി. ഒരു പദമുണ്ട്, നീ മനുഷ്യനെ പോലെ മരിക്കും. ദൂതന്മാർക്ക് മരണമില്ല, മനുഷ്യനും മരണമില്ലാതെ ഉണ്ടാക്കിയത്. ഏദൻ തോട്ടത്തിലെ ശാപത്തിൻ്റെ പുറത്താണ് മനുഷ്യൻ ശപിക്കപ്പെട്ടത്. ഇതുപോലെ ദൂതന്മാരെയും ദൈവം ശപിച്ചൊരു പദം പറഞ്ഞു, അല്ലയോ സോറിൻ്റെ പ്രഭുവേ, നീ മനുഷ്യൻ മരിക്കുന്ന പോലെ മരിക്കും. പ്രഭുക്കന്മാരിൽ ഒരുവൻ പട്ടുപോകുന്നത് പോലെ നീ പട്ടുപോകും. അന്ന് ദൈവം ഒരു കൂട്ടം അശുദ്ധ ശക്തികളെ ഉണ്ടാക്കിയെന്നും ആ അശുദ്ധ ശക്തികളെ വേദപുസ്തകത്തിൻ്റെ പല തർജ്ജമകളുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്നൊരു വേർഷനുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ബാസ്റ്റഡ് സ്പിരിറ്റ് എന്ന, സ്റ്റേജിലൊക്കെ ഒന്ന് പറയാൻ കൊള്ളാത്ത പദമാണ് എന്ന് പറഞ്ഞാൽ അയോഗ്യമായി ജനിച്ച സന്തതിയെ വിളിക്കുന്ന പേരാണ് ബാസ്റ്റഡ്. തനിത്തെറിയ ഇംഗ്ലീഷിൽ. ബാസ്റ്റഡ് സ്പിരിറ്റ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്, അശുദ്ധാത്മാക്കൾ. ഈ അശുദ്ധാത്മാക്കളുമായി ഇടപെടുന്നവർ പേടിക്കരുത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വസിക്കുവാൻ റൈറ്റ് ഉണ്ട്, മറ്റവന് റൈറ്റ് ഇല്ല.
അത് തിരിച്ചറിയാവുന്നവർക്ക് മാത്രമേ അവനെ പറഞ്ഞു വിടാനൊക്കത്തുള്ളൂ. അവന് നിങ്ങളുടെ മേൽ അധികാരമില്ല, അവൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. കാര്യം യു ആർ ദ ലീഗൽ ചിൽഡ്രൻ. നമ്മൾ ദൈവത്തിൻ്റെ ആധികാരിക സന്തതികളാണ്, മറ്റവൻ അതല്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, മത്തായി 12-ന്റെ 43-ാമത്തെ വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 1-ന്റെ 26 എന്നീ വാക്യങ്ങൾ നോക്കിയാൽ ഒരു കൂട്ടം ദൂതന്മാർ, അശുദ്ധ ശക്തികൾ ഇവിടെ ഉണ്ടാകുകയും അതേ സമയത്ത് ദൈവം ഒരു കൂട്ടം ദൂതന്മാരെ പാതാളത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ആരെയായിരുന്നു? 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലും അതിനേക്കാൾ പ്രധാനമായി യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലും തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ട് നിത്യന്യായ വിധിക്ക് വേണ്ടി അഗാധത്തിൻ്റെ കീഴെ സൂക്ഷിച്ചിരിക്കുന്നു, ടാർട്ടസിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആരെയാ? സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ വീഴ്ച വരുത്തിയ ദൂതന്മാരെ. ദൈവം ഒരു കൂട്ടം ദൂതന്മാരെ ഭൂമിയുടെ ഭരണത്തിന് വേണ്ടിയാക്കിയിരുന്നു. അവരെ വാച്ചേഴ്സ്, കാവൽക്കാർ അഥവാ വാച്ചേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വാച്ചേഴ്സ് അല്ലെങ്കിൽ ഈ കാവൽക്കാർ മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഇറങ്ങി വന്നു. അവരുടെ കാര്യമാണ് പറയുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അവൻ മഹാദിവസത്തിൻ്റെ വിധിക്ക് വേണ്ടി, ന്യായവിധിക്കൊരു ദിവസം വെച്ചിട്ടുണ്ട്, മഹാദിവസത്തിൻ്റെ വിധിക്ക് വേണ്ടി അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ട് അഗാധത്തിൻ്റെ കീഴിൽ, ടാർട്ടസിൽ എന്ന് ഗ്രീക്ക് വേദപുസ്തകം പറയുന്നു, ഗ്രീക്കിൽ ടാർട്ടസിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടം ദൂതന്മാരെ മാറ്റി. ഇതായിരുന്നു 2-ാമത്തെ വീഴ്ചയുടെ പര്യവസാനം. 2-ാമത്തെ വീഴ്ചയിൽ 1-ാമത്തെ ശിക്ഷ കൊടുത്തത് ആയുസ് കുറയ്ക്കുകയായിരുന്നു. ഇതിനെ തിരിച്ചു കൂട്ടുന്ന ഒരു കാലമുണ്ടെന്നറിയാമോ? സഹസ്രാബ്ദ വാഴ്ച. സഹസ്രാബ്ദ വാഴ്ചയിൽ മലയാളത്തിൽ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, മൂത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. അത് മലയാളത്തിലെ ഒരു പാട്ടാണ്. മൂത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. കാര്യം മരണമില്ലാത്ത ഒരു കാലം എന്ന് പറഞ്ഞൊരു കവി സഹസ്രാബ്ദ യുഗത്തെ വിശദീകരിക്കുവാൻ ശ്രമിക്കുക. സഹസ്രാബ്ദ യുഗത്തിൽ മനുഷ്യൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകുമെന്ന വേദപുസ്തകം പറയുന്നത്. സാധാരണ ദീർഘകാലം ജീവനോടിരിക്കുന്ന വൃക്ഷങ്ങൾ 2000 വർഷമൊക്കെ പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സഹസ്രാബ്ദം എല്ലാം കൂടെ 1000 ആണ്ടേ ഉള്ളൂ. 1000 ആണ്ട് മരിക്കാത്തവർ കാണും. അങ്ങനെ മരണത്തിൻ്റെ കാലസംഖ്യ മാറും. അന്ന് മാത്രമേ അതിന് പരിഹാരമുണ്ടാകുകയുള്ളൂ. സഹസ്രാബ്ദത്തിൽ ആ വിധിക്ക് ഒരു പരിഹാരമുണ്ടാകും. ഞാൻ മുന്നോട്ട് മാറട്ടെ. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ മരണസമയത്ത് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ളവരുടെ ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇന്നലെ ഞാനൊരു സൂചന തന്നു. യേശുവിൻ്റെ മരണസമയത്ത് താൻ പാതാള ലോകത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന വാചകങ്ങളാണിത്. 1 പത്രോസ് 4-ന്റെ 6 ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് എന്ന് കാണുവാൻ കഴിയും. ഓക്കെ, മനുഷ്യൻ്റെ 2-ാമത്തെ വീഴ്ചയുടെ പരിണിത ഫലമായി ദൂതന്മാരും ടാർട്ടസിലേക്ക് മാറ്റപ്പെട്ടു. അശുദ്ധാത്മാക്കൾ സൃഷ്ടിതമായി നമുക്ക് ആയുസ് ദൈവം കുറച്ചു കളഞ്ഞു. ഞാൻ മുന്നോട്ട് വരട്ടെ. തുടർന്ന് നോഹയുടെ കാലത്തെ ജലപ്രളയം, അതോടുകൂടെയാണ് 2-ാമത്തെ വീഴ്ച കംപ്ലീറ്റ് ആകുന്നത്. അതിനെ തുടർന്ന് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലും ആകുമെന്ന് പറഞ്ഞ പദം ഓർത്തോണം. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും വിട്ട് ദൈവമക്കളെ നശിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും. ക്രിസ്തുവിൻ്റെ വരവിങ്കൽ അത് സംഭവിക്കും എന്ന് മറക്കരുത്. ഇതിനെ തുടർന്ന ശേഷമാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതും മറ്റും. ദൈവം അബ്രഹാമിനെ ദൈവം വിളിക്കുകയും അബ്രഹാമിനൊരു കുറച്ച് സ്ഥലം ദൈവം കൊടുക്കുകയും ചെയ്തു. ചെറുകൂടെ ഉണ്ട് അതിനിടയ്ക്ക്. ഞാൻ അങ്ങോട്ടൊന്ന് നോക്കിക്കോട്ടെ, ഞാൻ അതുവഴി ഒന്ന് പൊയ്ക്കോട്ടെ. ദൈവം നോഹയെ ഒന്ന് അനുഗ്രഹിച്ചു. നോഹയുടെ ജലപ്രളയത്തിന് ശേഷം യഹോവയ്ക്ക് നോഹ ഒരു യാഗം കഴിച്ചു. നിന്റെ ആയുസ് 120 വർഷമായി കുറയും എന്ന ശാപം കിട്ടിയ ശേഷം, നിന്റെ പ്രശ്നം ഞാൻ നിനക്ക് ശിക്ഷിച്ചിരിക്കും എന്ന് കർത്താവ് ശപിച്ച ശേഷം മോശ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ആ യാഗത്തിൽ പ്രസാദിച്ച ദൈവം ഇനി പച്ചവെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് നോഹയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. എങ്കിലും പാപം തുടർന്നു. നോഹയുടെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരുടെ അടുക്കൽ വരികയും
കൾച്ചറൽ ചേഞ്ച്. ദൈവം സൃഷ്ടിച്ച കൾച്ചറിനെ മറിച്ചു കളഞ്ഞ് പകരം പൈശാചികമായ കൾച്ചർ മനുഷ്യവർഗത്തിലേക്ക് കുത്തിവെക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 6:4 ആ വാക്യം കിടക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6:4 നോഹയുടെ കാലം കഴിഞ്ഞ ശേഷവും ഇതുപോലുള്ള ആചാരദോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആരാധന ക്രമങ്ങൾ മാറി, മനുഷ്യൻ്റെ രൂപങ്ങൾ മാറി, മനുഷ്യൻ്റെ രീതികൾ മാറി, പാപം കൊടികുത്തി വാണു. തുടർന്ന് ബാബേൽ ടവറിങ്കിലേക്ക് വരികയാണ്. നിമ്രോദിൻ്റെ കാലം. നിമ്രോദിൻ്റെ കാലത്ത് ബാബേലിൻ്റെ ടവർ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ബാബേലിൻ്റെ ടവർ എന്ന് പറയുന്നത് ആകാശത്തിലെ മേഘമണ്ഡലത്തിൻ്റെ മീതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും അവിടെയുള്ള മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്നതുമായ ശക്തികളെ ആകർഷിച്ച് ഭൂമിയുടെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്ന് അവരൊരു തീരുമാനമെടുത്തു. വ്യത്യസ്ത രാജ്യങ്ങളിൽ ആരാധിച്ചു വന്ന ശക്തികളുടെ രൂപവും അവരുടെ ചിഹ്നങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നു. ഞാൻ ഇവിടെ ഇന്നലെ പറയാത്ത ഒരു കാര്യം 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകാം. 12 സോഡിയാക് ചിഹ്നങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 12 സോഡിയാക് ചിഹ്നങ്ങൾ. അതിൽ 11 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 12ാമത്തേത് എൻ്റെ കിട്ടിയിട്ടില്ല. പല സ്ഥലങ്ങളിലും ഞാനിത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഇതൊക്കെ പഠിക്കാൻ ഒരല്പം കൃപ തന്നു. പഠിച്ചു. പരസ്യമായി പറയുവാൻ എനിക്കൊരു സ്റ്റാറ്റസ് തന്നു. അതുകൊണ്ട് ഞാൻ പരസ്യമായി പറഞ്ഞു. ഇതൊക്കെ കണ്ടുപിടിക്കുവാൻ ഒരു കൂട്ടം സഹോദരന്മാരെ ദൈവം എനിക്ക് തന്നു. ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരെ ദൈവം ഒരുക്കി. ഇതെല്ലാം എൻ്റെ കഴിവല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഇതെല്ലാം കൂടെ ഒരുക്കി. ഞാനൊരു ഉദാഹരണം പറയാം. ഏലിയൻസ്, വീണുപോയ ദൂതന്മാരെന്ന ഒറ്റ പേരിൽ ഞാനൊരു 10-15ഓളം മെസ്സേജസ് എടുത്തു. വീണുപോയ ദൂതന്മാർ ചെയ്തത് എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ. അന്ന് ഒത്തിരി മഞ്ഞപ്പത്രക്കാർ വീണുപോയ ദൂതന്മാരില്ലെന്നും ഏലിയൻസ് ഇല്ലെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ നടത്തി. കാര്യം, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രമാണത്തെ മറിച്ചു കളയുവാൻ എന്തും പിശാചും അവൻ്റെ ദൂതന്മാരും ചെയ്യും. അന്ന് ഒരൊറ്റ സഹോദരൻ കൊച്ചിയിലുള്ള ഒരൊറ്റ സഹോദരൻ 60ഓളം ബുക്കുകളാണ് എനിക്ക് അയച്ചു തന്നത്. ഏലിയൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, വീണുപോയ ദൂതന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്ന, ശാസ്ത്രീയ ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന, ഫോട്ടോകൾ ഉൾക്കൊള്ളുന്ന 60ഓളം പുസ്തകങ്ങളാണ് ഒരൊറ്റ മനുഷ്യൻ അയച്ചു തന്നത്. ഈ സമയത്താണ് വേറൊരാൾ എന്നോട് പറഞ്ഞത്, അമേരിക്കയിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയ മനുഷ്യൻ ഒരു 10 CD പുറത്തു വിട്ടിട്ടുണ്ട്. 10 CD. ഒരു CD-ക്ക് അദ്ദേഹം $110 ചാർജ് ചെയ്യുന്നത്. പക്ഷേ $1100 കൊടുത്താൽ ഈ 10 CD കിട്ടും. അങ്ങനെ $1100 ഞാൻ ഈ 10 CD വാങ്ങിച്ചു. ഔദ്യോഗിക രേഖകൾ നന്നായി മനസ്സിലാക്കി. ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, കാലമങ്ങ് മാറി. ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. മറ്റേ പുള്ളികളെ ഇപ്പം കാണാനുമില്ല, അവർ മിണ്ടാതായി. ഇതുപോലെ എവിടെയെങ്കിലും ദൈവിക സത്യങ്ങൾ പുറത്തു വരുന്നെങ്കിൽ അതിനെ മറിച്ചു കളവാൻ പിശാചു ശ്രമിക്കും. ഞാനീ പറയുന്ന വിഷയങ്ങളും ഭയങ്കര ആത്മീക സത്യങ്ങളാണ്. പൈശാചിക കെട്ടുകളെ തുറന്നു കാണിക്കുന്ന സംഭവങ്ങളാണ്. ബാബേലിൻ്റെ ടവറിൽ, ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി. ഈ 11 ചിഹ്നങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മേഖലയിൽ ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ തന്നു. രാജസ്ഥാനിൽ ആളുകൾക്ക് തീരെ വിദ്യാഭ്യാസമില്ല. അവിടെയൊക്കെ കൊണ്ട് ഇത് പ്രൊജക്റ്റ് ചെയ്താൽ എന്നെ സാധിക്കാനാണ്. ഇവിടെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒത്തിരിയും കൂടെ വിദ്യാഭ്യാസമുള്ളവർ വേണം. രാജസ്ഥാനിൽ ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ എനിക്കും അറിയാൻ വയ്യായിരുന്നു. രണ്ടായാലും ഞാൻ ആ മീറ്റിംഗ് നടത്തുന്ന ആളുകളോട് അനുവാദം ചോദിച്ചു. ഒരു സ്കൂളിൽ വെച്ചാണ് മീറ്റിംഗ്. അവർ പറഞ്ഞു, സ്കൂളിൻ്റെ ടീച്ചേഴ്സും സ്റ്റാഫുമായി ഒരു 10-40 പേര്, കുറഞ്ഞാലും ഒരു പ്രീ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഉള്ള ഒരു 10-40 പേരെങ്കിലും ഉണ്ട്. അവർക്ക് മനസ്സിലാകും. പാസ്റ്റർ പ്രൊജക്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാനിത് പ്രൊജക്റ്റ് ചെയ്തു. പ്രൊജക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ, അതിനകത്തിരുന്നൊരു മെഡിക്കൽ ഡോക്ടർ ഒന്നലറി ഇറങ്ങി ഒരു ഓട്ടം ഓടി. ഡോക്ടറുടെ പുറകെ ഒരു കൂട്ടം ആളുകൾ ഓടി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നു. രാത്രിയിൽ അദ്ദേഹം എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വന്നു പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ ഈ കാണിച്ച 11 സോഡിയാക് ചിഹ്നങ്ങളുണ്ടല്ലോ, ഒരു വീഡിയോ ഗെയിമിലെ ഘടകങ്ങളാണ്. ആ വീഡിയോ ഗെയിമിൻ്റെ പേരങ്ങനെ എന്നോട് പറഞ്ഞില്ല. അതിൻ്റെ മഹാൻ, അതിൻ്റെ ഹീറോ ലൂസിഫറും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുമായുള്ള യുദ്ധമാണ് ഈ ഗെയിം. അതിനകത്ത് ലൂസിഫറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് നിങ്ങളെ കാണിച്ചത്. ഞാൻ ചോദിച്ചു, നിനക്കിതെങ്ങനെ അറിയാം? അദ്ദേഹം പറഞ്ഞു, ഞാൻ റഷ്യയിലാണ് എൻ്റെ മെഡിസിൻ പഠിച്ചത്.
റഷ്യയിൽ വെച്ച് ഞാൻ ഈ ഗെയിം കളിക്കാറുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഇന്ത്യൻ ചാമ്പ്യനാ പാസ്റ്റർ, ഞാനതിൻ്റെ ഇന്ത്യൻ ചാമ്പ്യനാ. അറിഞ്ഞില്ല അകത്തോട്ട് ഇതങ്ങ് കയറി, ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഇതിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് ഇളകിയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നിനക്ക് ആ ഗെയിമിൻ്റെ പേരെനിക്കൊന്ന് തരാമോ? കുറഞ്ഞ പക്ഷം ഒരു 10 ലക്ഷം ആളുകളെ എങ്കിലും ഞാൻ ബോധവാനാക്കും ഈ ഗെയിം കളിക്കരുതെന്ന്. അവൻ പറഞ്ഞ വാചകം അറിയാമോ? അങ്കിളെ, പേര് തരാൻ ഒക്കത്തില്ല. കാരണം ആ ഗെയിമിന് അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നമേ അവരൊരു ഫോം തരും. ആ ഫോമിനകത്ത് യാതൊരു കാരണവശാലും ജീവിതത്തിൽ ഒരിക്കലും ഇതിൻ്റെ രഹസ്യങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് എഗ്രി ചെയ്ത് സ്വന്തം ശരീരം മുറിച്ച് ആ രക്തമെടുത്ത് ഒപ്പിട്ട് അയച്ചു കൊടുത്തെങ്കിലേ ഇതിന് മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. അങ്ങനെ എൻ്റെ രക്തം കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് ഡീറ്റെയിൽ പറയാൻ ഒക്കത്തില്ല. ഈ മോൻ്റെ അകത്ത് വ്യാപരിച്ചു പോയ പൈശാചിക ശക്തികൾ 11 ചിഹ്നങ്ങൾ കാണിച്ചപ്പോൾ 12ഉം അവനറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കളിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ലൂസിഫറിനെ ജയിപ്പിക്കേണ്ടതിന് വേണ്ടി മനുഷ്യൻ്റെ ആഭരണങ്ങളിൽ കാണുന്ന ചിഹ്നങ്ങൾ തന്നെയായത്. ഞാൻ ഇന്നൊന്ന് എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുകയാണ്. ആഴങ്ങളിലോട്ട് ഇറങ്ങുന്നില്ല. ഇത് പൈശാചിക ചിഹ്നങ്ങളാണ്. ഇവ കൊണ്ടുവന്ന് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ചാൽ ആ ശക്തികളെ ആകർഷിക്കാമെന്ന് പറഞ്ഞ് പണിതതാണ് ബാബേൽ കോട്ട. വ്യത്യസ്ത വീണുപോയ ദൂതന്മാർ, വീണുപോയതും സ്വർഗത്തിലുള്ള വിശുദ്ധ ദൂതന്മാരും, വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാ. യഹോവയായ ദൈവം ഗോപുരത്തിൻ്റെ പണി കാണേണ്ടതിന് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ഈ ഭാഷകൾ സംസാരിച്ച ദൂതന്മാരുടെ കയ്യിലേക്ക് അതിൻ്റെ ചിഹ്നങ്ങളുമായി വന്നവരെ വിട്ടുകൊടുത്തു. ഞാൻ ഇന്നലെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. നീ പോയി അതിനെ സേവിച്ചു. അടിച്ചതിലെ പോയില്ലെങ്കിൽ പോകുന്നതിലെ അടിക്കുക എന്ന് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ പറയുന്നത് നീ കേൾക്കത്തില്ലെങ്കിൽ നീ പറയുന്നതിലെ വിട്ടേക്കാം. സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിങ്ങളെ വിൽക്കുകയാണ്, എനിക്ക് നിങ്ങളെ വേണ്ട. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭജിക്കുകയും, ജാതികളെന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരെ കുറിച്ചാണെന്ന് ഞാൻ ഇന്നലെ എടുത്തു പറഞ്ഞു. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ദൈവപുത്രന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. മലയാള വേദപുസ്തകത്തിൽ ഇസ്രയേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണമാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും ESV എടുത്തു വായിച്ചാൽ സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം. ദൈവപുത്രന്മാരെന്ന് പറഞ്ഞാൽ ഇസ്രയേലാണെന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് അറിയായ്മയുടെ കാലത്ത്. പക്ഷെ ഇന്ന് കാര്യം മനസ്സിലായി. അവിടെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇസ്രയേൽ എന്നല്ല, അല്ല. അവിടെ എഴുതിയിരിക്കുന്നത് വീണുപോയ ദൈവദൂതന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികൾക്ക് അതിര് തീരുമാനിച്ചു, അവരെ പകുത്തു കൊടുത്തു. എന്നാൽ യഹോവയുടെ അംശം അവൻ്റെ ജനവും, മനസ്സിലായല്ലോ, ബാക്കി മുഴുവനും പിശാചിൻ്റെ അംശമാണ്, വിട്ടുകൊടുത്തു. യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. തുടർന്ന് ആവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇത് ഗൗരവമാണ്. 19-ാം അധ്യായം 4-ാം അധ്യായം ആവർത്തന പുസ്തകം 4-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുകയും അവയെ വണങ്ങുകയും ചെയ്യരുത്. അവയെ ദൈവം സകല ജാതികൾക്കുമായി പകുത്തു കൊടുത്തു, സകല വീണുപോയ ദൂതന്മാർക്കുമായി പകുത്തു കൊടുത്തു. ആകാശ സൈന്യമായ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ സൈന്യങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന പദം ഗ്രഹങ്ങളെക്കുറിച്ചല്ല, യുദ്ധം ചെയ്ത് മുന്നേറുന്ന ഒരു കൂട്ടം ദൂതന്മാരെ കുറിച്ചാണ്. സൈന്യങ്ങൾ എന്ന പദം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാ. യുദ്ധം ചെയ്ത് മുന്നേറുന്ന ഒരു കൂട്ടം ദൂതന്മാരെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പാർപ്പിച്ചിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ദെബോര എന്ന പ്രവാചകി പാടുന്ന ഒരു പാട്ടുണ്ട്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ സീസരയോട് പൊരുതു. ഞങ്ങളല്ല സീസരെ പൊരുതി ജയിച്ചത്, നക്ഷത്രങ്ങളാണ്. ഒറ്റ നക്ഷത്രം ഇവിടെ വന്നിട്ടില്ല. നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത് അതിൽ വസിക്കുന്ന ദൂതന്മാരെ കുറിച്ചാണ്. അല്ലെങ്കിൽ സീസർ കീഴടങ്ങത്തില്ലായിരുന്നു. മറക്കരുത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൂതന്മാരെ, ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാരെ ദൈവം നമുക്ക് വേണ്ടി അയക്കും.
ഇവിടെ യഹോവ ആകാശത്തിൻ കീഴ് എങ്ങുമുള്ള സർവ്വജാതികൾക്കും അവരെ പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഹി അലോട്ടഡ് ഓൾ ദ പീപ്പിൾ അണ്ടർ ദ ഹോൾ ഹെവൻ. ഹി അലോട്ടഡ് ഓൾ ദ പീപ്പിൾ. ഓരോ അതോറിറ്റികൾ അലോട്ട് ചെയ്യും. തിരുവനന്തപുരത്തെ പല ഡിസ്ട്രിക്റ്റുകളായി തിരിച്ച്, കേരളത്തെ പല ഡിസ്ട്രിക്റ്റുകളായി തിരിച്ച് ഇവിടം മുതൽ ഇവിടം വരെ ഇന്ന കലക്ടറുടെ കീഴിൽ, ഇവിടം മുതൽ ഇവിടം വരെ ഇന്ന കലക്ടറുടെ കീഴിൽ എന്നിങ്ങനെ അലോട്ട് ചെയ്യുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലുള്ള മനുഷ്യനെ ജാതികൾക്ക് വേണ്ടി അലോട്ട് ചെയ്തു കൊടുത്തു. എന്നാൽ ഇസ്രയേൽ എൻ്റെ സ്വന്തമാ, ഇസ്രയേൽ എൻ്റെ സ്വന്തമാ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ഈ ആശയങ്ങൾ വ്യക്തമായി കിട്ടുന്നുണ്ടല്ലോ. ഈ ജാതികളെ മുഴുവനും അതിനെ സേവിച്ച ദേവന്മാർക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തു, കളഞ്ഞു. തിരിച്ചെടുക്കുന്ന ഒരു കാലമുണ്ട്, അതാ നമ്മുടെ കാലം. നമ്മുടെ കാലം തിരിച്ചെടുക്കുന്ന കാലമാണ്. ഞാൻ പണ്ടത്തെ കാലം തൊടുക. എന്നാൽ അബ്രഹാമിനെ വേർതിരിച്ച് അദ്ദേഹത്തിനൊരു കുറച്ച് സ്ഥലം കൊടുത്തേച്ച് പറഞ്ഞു, ഇവിടെ നീ എൻ്റെ പ്രമാണം അനുസരിക്കുക. വീണ്ടും നമ്മൾ അവിടെ വരും. നിങ്ങൾ എൻ്റെ ജനമാണ്, നിങ്ങൾ മറ്റേതിൻ്റെ പുറകെ പോകരുത്. തുടർന്ന് ആവർത്തന പുസ്തകം തന്നെ 29-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ തങ്ങൾ അറിയുകയോ തങ്ങൾക്ക് നിയമിച്ച് കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത അന്യദൈവങ്ങളെ അവർ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും ഈ ദേശത്തിന്മേൽ വരുവാൻ തക്കവണ്ണം യഹോവയുടെ കോപം അതിൻ്റെ നേരെ ജ്വലിച്ചു. ദൈവം അനുവദിച്ചു കൊടുക്കാത്ത ദൈവത്തിൻ്റെ ജനം അന്യശക്തികളെ സേവിച്ചു, അവരുടെ അടയാളങ്ങൾ ഏറ്റെടുത്തു, അവരുടെ കൾച്ചർ കൊണ്ടു നടന്നു. ആകയാൽ ഞാൻ അവരെ ശിക്ഷിച്ചു കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകും. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. അനേക ശക്തികൾ ദൈവങ്ങളെന്ന ഭാവന ഇറങ്ങി വന്നു. അനേക ശക്തികൾ തങ്ങൾ ദൈവങ്ങളെന്ന ഭാവന ഇവിടെ ഭരിച്ചു. യേശു പറഞ്ഞു, എനിക്ക് മുന്നമേ വന്ന സകലനും കള്ളനും കവർച്ചക്കാരനുമാണ്. ഞാനാണ് ആടുകളുടെ വാതിൽ, പിതാവ് എന്നെയാണ് അയച്ചത്. എനിക്ക് മുൻപേ ഒരുപാട് ശക്തികൾ വന്നിട്ടുണ്ട്, നിങ്ങൾ അവരെയൊക്കെ സേവിച്ചിട്ടുണ്ട്. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ശക്തികൾ, അനേക രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത്, അങ്ങനെ വേണം പറയാൻ. അരവയോഗ കുന്നിന്മേലൊക്കെ പൗലോസ് എന്നുകൊണ്ട് പറയുന്ന പ്രസ്താവനകൾ. പഴയ നിയമത്തിലൂടെ പോയി കഴിഞ്ഞാൽ ബാലിൻ്റെ പ്രവാചകന്മാർ, അശേരയുടെ പ്രവാചകന്മാർ, ബാലിൻ്റെ ശക്തി, അശേരയുടെ ശക്തി എന്നിങ്ങനെ ഒരുപാട് പുള്ളികൾ വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും അതായിരുന്നു. അവരുടെ കൾച്ചർ അവർ കൊണ്ടുവന്നു. നിങ്ങളത് അനുസരിക്കരുത്, നിങ്ങളെ അതിനുവേണ്ടി അല്ല വെച്ചിരിക്കുന്നത്. അത് യേശുവിൻ്റെ പദമാണ്. ഈ വീണുപോയ ദൂതന്മാരെ ജാതികളെന്ന് വിളിക്കുന്ന പതിവ് നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാവിൻ്റെ പുസ്തകം 14:12 അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ജാതികൾ എന്ന പദപ്രയോഗം അത് വീണുപോയ ദൂതന്മാരെ കുറിക്കുന്ന പദപ്രയോഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശത്തുനിന്ന് വീണതാണ്. അത് ഈ ലൂസിഫറിനെ കുറിച്ച് പറയുന്ന വാചകമാണ്. ജാതികൾ എന്ന പ്രയോഗം ഞാൻ പറഞ്ഞു ഈ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ ഉണ്ട്. ആ ശക്തികൾ ഇന്നും ഉണ്ട്. നമുക്ക് അവയോട് പോരാട്ടമുണ്ട്. എഫെസ് ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഇവർ സാധാരണക്കാരല്ല, ശക്തികളാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ. അവരാണ് ഈ സംസ്കാരദോഷം കൊണ്ടുവന്നത്. അവരോട് നമുക്ക് പോരാട്ടമുണ്ട്. നാം അവരോട് പോരാടി ജയിക്കും. ഇനി ജാതികൾ ഭരിക്കുവാൻ ദൈവം ഒരു കാലം കൊടുത്തിട്ടുണ്ട്. കർത്താവേ, യേശുവിൻ്റെ വരവോടുകൂടി ഇത് മാറിപ്പോകേണ്ടതല്ലേ? അല്ല, അവർക്കൊരു കാലം കൊടുത്തിട്ടുണ്ട്.
ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 21:24 യേശുവിൻ്റെ വാഗൊണ്ട് പറയുന്നൊരു പ്രസ്താവന കാണാം. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. അവരുടെ കാലം 120 സംവത്സരമായിരിക്കുന്നുവെന്ന് ഒരു കാലത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്. അത് മനുഷ്യവർഗത്തിൻ്റെ കാലമാണ്. അതിനകത്തുനിന്നൊരു പീരീഡ് ജാതികൾക്ക് വേണ്ടി വേർതിരിച്ചു. ജാതികളുടെ കാലം തികയുവോളം യെരൂശലേം ചവിട്ടപ്പെടും. ഇന്ന് യെരൂശലേം ജാതികളാൽ ചവിട്ടപ്പെടുകയാണ്. അവരുടെ കാലം തീർന്നിട്ടില്ല എന്ന് യേശുവിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നിമ്രോദിൻ്റെ കാലത്താണ് ദൈവം ഒരല്പം സ്ഥലം അബ്രഹാമിന് വേണ്ടി വേർതിരിച്ചു. ആകെ ഭൂമിയുടെ, ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, 25 ലക്ഷത്തിൽ ഒരു ഭാഗം, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ദൈവം അബ്രഹാമിന് വേണ്ടി വേർതിരിച്ചു വെച്ച് പറഞ്ഞു, ഇവിടെ എൻ്റെ പ്രമാണം ആചരിച്ചോണം. മറ്റവരെ ഞാൻ ജാതികൾക്ക് വിട്ടുകൊടുത്ത് അവർ എന്തും ചെയ്തോട്ടെ, ചോദിക്കണ്ട, ഞാൻ അവരെ വീണ്ടെടുക്കുന്ന ഒരു കാലമുണ്ട്, അതുവരെ അവർ ചെയ്തോട്ടെ. എന്നാൽ അബ്രഹാമേ, തൽക്കാലം നിനക്ക് തന്നിരിക്കുന്ന ഈ മണ്ണിൽ നീ എൻ്റെ പ്രമാണം ആചരിച്ചോണം. നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടുവാ. അവന്മാരുടെ ഇടയിൽ കിടക്കുന്നിടത്തോളം നീ കൾച്ചർ നേരെയാകത്തില്ല. നീ അവരെ പോലെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോ. യോഗ്യമായി നടക്ക്. ഇസ്രയേലിൽ 22,145 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ. ഇസ്രയേലിൻ്റെ ആകെ സ്ഥലം 22,145 സ്ക്വയർ ഫീറ്റ് സ്ഥലമേ ഉള്ളൂ. സ്ക്വയർ കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ. അത് ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗമാണ് അപ്രോക്സിമേറ്റ്ലി. ഇതിനകത്ത് നീ എൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. അബ്രഹാമിന് ദൈവം കുറേ പ്രമാണങ്ങൾ കൊടുത്തു. ഇതിനകത്ത് ചില പ്രമാണങ്ങൾ ഞാനൊന്ന് തൊടാൻ പോകുകയാണ്, ചില പ്രമാണങ്ങളൊന്ന് പറയാൻ പോകാം. ഒന്നാമത്തേത് സെപ്പറേഷൻ, വേർപാട്. നീ അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 12:1 വാക്യം. 2, ഉൽപ്പത്തി പുസ്തകം 17:10 നീ പരിച്ഛേദന ആചരിക്കണം. പുതിയ നിയമത്തിൽ നമുക്കതില്ല, യേശു അതിനെ എടുത്തു മാറ്റി. പുതിയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 17:10 പഴയ നിയമത്തിൽ അബ്രഹാമിന് പരിച്ഛേദനയുടെ പ്രമാണം കൊടുത്തു. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിഗ്രഹാരാധന നിഷേധിച്ചു. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ 1 രക്തം ഭക്ഷിക്കുന്നതിനെ നിരോധിച്ചു. നിങ്ങൾ രക്തം ഭക്ഷിക്കത്തില്ലായിരിക്കും, ഞാൻ രക്തം ഭക്ഷിക്കത്തില്ല, പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്. മാംസത്തിൽ രക്തം ഉണ്ടെങ്കിൽ രുചി കൂടുതലാന്ന് പറയുന്നവരുണ്ട്, ഗുണം കൂടുതലാന്ന് പറയുന്നവരുണ്ട്. പല രാജ്യങ്ങളിലും ഇറച്ചി ചൊവ്വ കഴുകാതെ വേവിക്കുന്ന ഒരു സിസ്റ്റം ഹോട്ടലുകളിലുണ്ട്. കാര്യം അവയ്ക്ക് രുചി കൂടുതൽ കിട്ടും. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി, നീ അത് ചെയ്യരുത്, രക്തം ഭക്ഷിക്കരുത്. ലേവ്യ പുസ്തകം 19:26 തന്നെ മന്ത്രോച്ചാരണങ്ങൾ നടത്തരുത്. നോ എൻചാൻറ്റ്മെൻറ്റ് ഓഫ് ദ നെയിംസ്. ലേവ്യ പുസ്തകം 19:26 തന്നെ ഡു നോട്ട് ഒബ്സർവ് ടൈംസ് ആൻഡ് സീസൺസ്. കാലങ്ങളും പെരുന്നാളുകളും ആചരിക്കരുത്. കാര്യം കാലങ്ങളും പെരുന്നാളുകളും നമ്മുടേതല്ല, വീണുപോയ ദൂതന്മാരുടേതാണ്. അവരിൽ ഓരോരുത്തർക്ക് ദൈവം ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സമയത്തിലേക്ക് ഒരു അധികാരം കൊടുക്കും. അന്ന് അവരിവിടെ വാഴും. അത് അവരുടെ കാലമാണ്. പക്ഷെ നീ അതിന് പോകരുത്, നീ അതിനകത്തേക്ക് തിരിയരുത്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിന്റെ തലയുടെ അരികെ വടിക്കരുത്. എനിക്കിതൊക്കെ വിശദീകരിക്കാൻ ആശയുണ്ട്. താടിയുടെ അറ്റം വികൃതമാക്കരുത്. ജാതീയ ദേവന്മാരെ ആരാധിക്കുന്നവർ, ജാതീയ പ്രമാണങ്ങളിൽ നടക്കുന്നവർ വീണുപോയ ദൂതന്മാരെ പോലെ തലയുടെ അരികെ വെക്കും. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് എളുപ്പം അങ്ങ് പോകാം. എൻ്റെ പടങ്ങളുണ്ട്, പക്ഷെ കാണിക്കാൻ ഒരു മാർഗവും ഇല്ല, നേരവും ഇല്ല. ഈജിപ്ഷ്യൻ ചക്രവർത്തിമാർ മുടി വളർത്തുന്നതിനൊരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു. അവരുടെ തലയുടെ 2 വശത്തോട്ടും മുടിയൊക്കെ വെച്ച് വട്ടിക്കോൾ പശയൊക്കെ തേച്ച് മുടി പാമ്പിൻ്റെ പത്തി പോലെ 2 വശത്തോട്ടായിട്ട് വെക്കും. അങ്ങനെ ഒരു ഈജിപ്ഷ്യൻ രാജാവിന് ഒക്കത്തുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ഇൻ്റർനെറ്റിൽ കയറി ഒരു ഈജിപ്ഷ്യൻ രാജാവിൻ്റെ ചിത്രം കാണാൻ മനസ്സിലാവും. അങ്ങനെ ഒക്കത്തുള്ളൂ. കാരണം അവരുടെ കുലദേവതയുടെ നിർദ്ദേശമാണ്. നിൻ്റെ വേറെ ചിലരുടെ തലയുടെ അരികെ വടിക്കുന്നവരുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, നീ മുടി വെട്ടുമ്പോൾ നിൻ്റെ തലയുടെ അരികെ വടിക്കരുത്, ജാതീയ കൾച്ചറിലേക്ക് പോകരുത്. മീശ അതുപോലെ തന്നെ
നിന്റെ താടിയുടെ അറ്റം വികൃതമാക്കരുത്. ഇവിടെ മീശ വെക്കാമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുകയല്ല. പണ്ടത്തെ ഫാഷനല്ല ഇപ്പോഴത്തെ ഫാഷൻ എന്നറിയാമോ? തലമുറയോട് അനുരൂപരാകരുതെന്ന് പറയുന്ന പദം കേട്ടോണം. നമ്മളവിടെ എത്തും. പണ്ടത്തേതുപോലെയല്ല. പണ്ട് കൊമ്പം മീശയുള്ളവൻ അഹങ്കാരിയാന്ന് പറയുമായിരുന്നു, പിന്നെ പഴുതാര മീശയുള്ളവൻ ഫാഷനിസ്റ്റാന്ന് പറയുമായിരുന്നു. ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇപ്പം ഇതൊന്നും ഇല്ല. ആ കാലം പോയി. വേറെ പുള്ളികളായി ഇപ്പം ഭരണം. കാലം മാറി. ഞാൻ ആ 100% മനസ്സിലാകുന്ന ഭാഷയിൽ തുറന്നെടുത്ത് കാണിക്കുക. അതിൻ്റെ അർത്ഥം ക്ലീൻ ഷേവ് വേണമെന്നല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം നിങ്ങളും കൂടെ തീരുമാനിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാറ്റേണാണ് ഞാൻ ഈ പോകുന്നത്. ലേവ്യ പുസ്തകം 19:27 ഹെയർ സ്റ്റൈലും ഷേവിങ് സ്റ്റൈലും വരെ ദൈവത്തിന് പ്രധാനമാ. എനിക്ക് മുന്നേ വന്നവനൊക്കെയും കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഞാൻ ആടുകളുടെ വാതിൽ, ഞാനാണ്, എന്നെ നിങ്ങൾ അനുഗമിക്കുക. ലേവ്യ പുസ്തകം 19:28 ശരീരത്ത് മുറിവേൽപ്പിക്കരുത്. അത് കാതുപോലും മൂക്കുപോലും ശരീരത്ത് കിഴുത്തയിടരുത്. ലേവ്യ പുസ്തകം ഈ 19:28 ഡു നോട്ട് പിയേഴ്സ് യുവർ ബോഡി. അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവന് വേണ്ടി ശരീരത്ത് മുറിവേൽപ്പിക്കരുതെന്ന. മരിച്ചവന് വേണ്ടി. മരിച്ചവനെന്ന് പറഞ്ഞാൽ ആരാ? നിമ്രോദിനെ വിളിച്ചിരുന്ന ഒരു പര്യായമാത്. കാര്യം നിമ്രോദിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത്, നിമ്രോദ് ഗോപുരം പണിയുവാനായി ആളുകളെ വിളിച്ചു. ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഗോപുരം പണിക്ക് വേണ്ടി വന്നു. അവരുടെ വസ്തുവകകളും ഉണ്ടായിരുന്ന സമ്പത്തും മുഴുവനും വിറ്റേച്ചാ വന്നത്. ഒടുവിൽ ഗോപുരവും നടന്നില്ല. അവരുടെ വസ്തുക്കളും പോയി. തല്ല് കിട്ടിയവന് തല്ലായി, ഏറ് കിട്ടിയവന് ഏറായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ പണങ്ങിയതുകൊണ്ട് കൂട്ടക്കലഹമായി അവർ പിരിയുകയാണ്. പിരിയുന്ന സമയത്ത് അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വിളിച്ചു വരുത്തിയ നിമ്രോദിനെ വെട്ടി നുറുക്കാമടാ. അങ്ങനെ നിമ്രോദിനെ അവർ വെട്ടി നുറുക്കി, ഒരുപാട് കഷണങ്ങളാക്കി. മരിച്ചവനെന്ന് പറഞ്ഞാൽ 2 വെട്ടുകൊണ്ടോ 7 കുത്തുകൊണ്ടോ മരിച്ചവൻ്റെ ചരിത്രമല്ല. വെട്ടി ഇവനെ മുറുക്കിയിട്ട് 100 കഷണങ്ങളാക്കി നുറുക്കി. ഓരോരുത്തർ ഓരോ പീസും കൊണ്ടുപോയി. അങ്ങനെ ചരിത്രം പറയുന്നേ. അവനെയാ പറയുന്നത് ചത്തുപോയവനെന്ന്. നിമ്രോദിൻ്റെ പേരിൽ ശരീരത്ത് കിഴുത്തയിടരുത്. ഡു നോട്ട് പിയേഴ്സ് യുവർ ബോഡി എന്നവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഡു നോട്ട് ടാറ്റു യുവർ ബോഡി. ശരീരത്ത് പച്ച കുത്തരുത്. 19:28 വാക്യം. 19:29 ഡു നോട്ട് ഇൻഡൽജ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ. വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടരുത്. അതെനിക്ക് നിങ്ങൾക്ക് ബാധകമായി നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ കൽപ്പന കൊടുത്ത് ഇസ്രായേലിനെ നിർത്തി. ഇസ്രായേൽ നിന്നു. മോശ കൂടി പറഞ്ഞതറിയാമോ? ഞാൻ പറഞ്ഞത് ചെയ്യാത്തവനെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊന്നേക്കണം. നമ്മുടെ നാട്ടിൽ വേണ്ട. മോശയുടെ പ്രമാണമാണ്, ക്രിസ്ത്യാനിയുടെ പ്രമാണമല്ല. ക്രിസ്ത്യാനിക്ക് അതിനൊരു അമെൻമെൻ്റ് ഉണ്ട്. ക്രിസ്ത്യാനിക്ക് കിട്ടിയിരിക്കുന്ന അമെൻമെൻറ്റ് പൗലോസ് കൊടുത്തതാണ്. കൊല്ലാനല്ല പറഞ്ഞത്. ഞങ്ങൾ കൽപ്പിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കാത്തവനുമായി കൂട്ടായ്മ പാടില്ല. അവനെ വിട്ടൊഴിയുക, അവനെ അവനെ നമുക്ക് വേണ്ട. കാര്യം യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഒരു വിശുദ്ധ സഭ എടുക്കപ്പെടണം. ഒരു വിശുദ്ധ സഭ ഉണ്ടാകുവാൻ ഈ പ്രമാണങ്ങൾ പാലിക്കുക. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിലൊരു ചോദ്യം. യെശയ്യാവിൻ്റെ പുസ്തകം 6:8 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഒരു ഇസ്രയേലിനെ തൽക്കാലത്തേക്ക് ദൈവം തിരഞ്ഞെടുത്തു. ഇസ്രയേൽ ദേശത്ത് ദൈവപ്രമാണം ആചരിച്ചു. ലോകത്തിൻ്റെ 25 ലക്ഷത്തിലൊരു ചെറിയ ഭാഗത്ത് മാത്രം. മിച്ചമുള്ളത് ജാതികൾക്ക് വേണ്ടി വിറ്റുകളഞ്ഞു. ആരാധിച്ചോളാൻ പറഞ്ഞ കർത്താവ് വിട്ടു. ഈ സമയത്താണ് സ്വർഗത്തിലൊരു വിളി ഉയരുന്നത്. നാം ആരെ അയക്കേണ്ടു? ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഈ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് യേശു പറഞ്ഞു. യേശുവ പറഞ്ഞതിൻ്റെ തെളിവ് യെശയ്യാവിൻ്റെ പുസ്തകം, സങ്കീർത്തന പുസ്തകം 40:6-7 വാക്യങ്ങളിലുണ്ട്. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഇതെല്ലാം നടക്കുന്നുണ്ട്, നീ അത് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് യേശുവിൻ്റെ പദപ്രയോഗമാണ്. എബ്രായ ലേഖനം 10-7 വാക്യത്തിൽ പൗലോസ് ഇത് റീകോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 14-15 വാക്യങ്ങൾ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. യെശയ്യാവ് പ്രവചനം തുടരുകയാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ജനത്തിൻ്റെ വീണ്ടെടുപ്പിനും ഉദ്ധാരണത്തിനും ജാതികൾക്ക് വിറ്റ് കളഞ്ഞതിനെ തിരിച്ചെടുക്കേണ്ടതിനുമായി തേണ്ട ഞാൻ ഒരുത്തനെ അയക്കുകയാണ്. അതെൻ്റെ പുത്രൻ തന്നെ ആയിരിക്കും. ഞാൻ വരുന്നുവെന്ന് പുത്രൻ ഏറ്റുപറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 1:35 ഒരു ദൈവദൂതൻ മറിയയുടെ അടുക്കൽ വന്നു. ഞാൻ
ആദാമിനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഒരു വിശദീകരണം പറഞ്ഞു. സമയമില്ലാത്ത സമയത്ത് ഈ സ്പീഡ് ഞാൻ പോകുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എഴുതി എൻ്റെ മുന്നേ വെച്ചത്. ഈ സ്പീഡിൽ ഞാൻ പോകുമ്പോഴും പറയേണ്ടത് മുഴുവനും പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. കേൾക്കുന്നവർക്ക് പ്രയോജനമായെങ്കിൽ കൊള്ളായിരുന്നു. മറ്റെങ്ങൊന്നും നിങ്ങൾക്കിത് കിട്ടത്തില്ല. കാര്യം കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. ഈ പറയുന്നതിൻ്റെ മുഴുവനും റെഫറൻസ് ഇന്നിടത്താണെന്ന് ഞാൻ പറഞ്ഞാൽ പോകുന്നത്. ആദാമിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. സ്വർഗത്തിൽ ആത്മാവിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ ആത്മാവിനെ, മനുഷ്യൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26 മുതൽ. അതേ ആത്മാവിനെ ഭൂമിയിലേക്ക് അയക്കേണ്ടതിന് ഇവിടുത്തെ കോസ്മോസ് മാറ്റി. സ്വർഗീയമായ ഒരു ജീവിക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ കോസ്മോസിൽ നിന്നൊരു ശരീരം വേണം. അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യപ്രകാരം ഈ കോസ്മോസിൽ നിന്ന്, ഈ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് കുറെ പൊടിയെടുത്ത് ആ വിശുദ്ധ ഭൂമിയിൽ നിന്ന്, അന്ന് പാപമില്ല, വിശുദ്ധ ഭൂമിയിൽ നിന്ന് ഒരല്പം പൊടിയെടുത്ത് മനുഷ്യരൂപമുണ്ടാക്കി അതിൻ്റെ മൂക്കിലേക്ക് ഊതിക്കേറ്റി അവൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ഇതാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ഒടുക്കത്തെ ആദാം എന്ന് യേശുവിനെ വിളിക്കുന്നു. ഒടുക്കത്തെ ആദാം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ? ഇവിടെ വിശുദ്ധ മണ്ണില്ല, അതിനോടകം ഭൂമി പാപസാഗരമായി മാറി. ഈ പാപസാഗരത്തിൽ പുണ്യഭൂമി ഇല്ല, പുണ്യസ്ഥാനമില്ല, മൊത്തം പാപത്തിൽ അധപ്പതിച്ചു. പാപത്തിൽ അധപ്പതിച്ചതായ ഈ മണ്ണിൽ ദൈവത്തിന് ഒരു വിശുദ്ധ കന്യകയെ കാണാൻ കഴിഞ്ഞു. എങ്കിലും ആ കന്യകയിൽ 14-ാമത്തെ വയസ്സിലാണ് മറിയമിനെ തിരഞ്ഞെടുക്കുന്നത്. പാപത്തിൽ അകപ്പെടുന്നതിന് മുന്നമേ അവളോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഒന്ന് സംസാരിച്ചു. ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ മറിയയുടെ അടുക്കൽ ദൂതൻ വചനിപ്പ് പെരുന്നാളെന്നാണ് ഇതിനെ സഭ വിളിക്കുന്നത്. വചനം പ്രഘോഷിച്ചു. വചനം മറിയയിൽ ജഡമായി ഉരുത്തിരിഞ്ഞു. ആദമിനെ സൃഷ്ടിക്കുവാൻ പരിശുദ്ധാത്മാവിനെ മൺശരീരത്തിലേക്ക് ഊതിക്കയറ്റിയതുപോലെ മറിയയുടെ മൺശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ദൂതൻ മുഖേന ദൈവം അയച്ചു. ദൂതൻ ഈ യേശു ജനിച്ചു. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. ഈ യേശു ജനിച്ചു. ജനന വർത്തമാനം പറയുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ തന്നെ അയച്ചു. അവിടെ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. യഹൂദന്മാരുടെ ഇടയിൽ അന്നും ഇന്നും ഒരു പഴക്കമുണ്ട്. ഒരു ശിശു ജനിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദം സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ശബ്ദമായിരിക്കണം. അത് ശിശുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ഒരു ശിശു ജനിക്കുമ്പോൾ ശിശു ആദ്യം കേൾക്കുന്ന ശബ്ദം അമ്മയുടെ ഞരക്കവും കരച്ചിലും, അല്ല നേഴ്സസിൻ്റെ വിളിയും ഓട്ടവും ഡോക്ടേഴ്സിൻ്റെ പ്രതികരണവും ഒക്കെയാണ്. കേൾക്കേണ്ടത് ദൈവിക സ്തുതിയാണ്. അതുകൊണ്ട് ഇസ്രായേല്യർ ചെയ്തിരുന്നത്, ഒരു സ്ത്രീയുടെ കുഞ്ഞ് ജനിക്കുന്ന സമയമാകുമ്പോൾ ആ സ്ത്രീയെ ഒരു മുറിക്കകത്ത് കിടത്തും. എന്നിട്ട് അടുത്ത മുറിയിൽ ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്ന ഒരു ഗായക സംഘത്തെ വിളിച്ചിരുത്തും. പ്രസവ സമയമായി എന്ന് സൂതികർമ്മിണി അറിയിക്കുമ്പോൾ 2-3 മണിക്കൂറുകൾ സ്ഥിരമായി പാടുവാൻ തയ്യാറെടുത്ത ഈ ഗായക സംഘം അടുത്ത റൂമിലിരുന്ന് ഉറക്കെ പാടും. അമ്മയുടെ ഞരക്കത്തിനും കരച്ചിലിനും സൂതികർമ്മിണികളുടെ സംസാരത്തിനും ഇടയിൽ ഈ ശബ്ദമാണ് കുഞ്ഞിൻ്റെ കാതിൽ മുഴങ്ങുന്നത്. ഇത് ഇസ്രായേലിൻ്റെ പ്രമാണമാണ്. സ്വർഗത്തിലെ ദൂതന്മാരാണ് യേശുവിൻ്റെ ജനനവൃത്താന്തം അറിയിക്കേണ്ടതിന് ഇറങ്ങി വന്നത്. അവർ ഇടയന്മാരുടെ അടുക്കൽ വന്ന് യേശു ജനിച്ചിരിക്കുന്നു എന്ന വിവരം പറഞ്ഞു. അങ്ങനെ പറയാൻ എന്താ കാര്യം? യേശുവിൻ്റെ ജനനം നടക്കാതിരിക്കേണ്ടതിന് 1000 പ്രതിസന്ധികൾ ഇസ്രായേലിൽ പിശാച് സൃഷ്ടിച്ചു. ഇസ്രായേല്യർ വഴിതെറ്റി, അവർ അന്യദൈവങ്ങളെ സേവിച്ചു. അവരുടെ പിഞ്ചോമനകളെ വരെ അഗ്നിപ്രവേശനം ചെയ്യിച്ച് അന്യദേവതകൾക്ക് അവർ കുരുതി കൊടുത്തു. അവർ അന്യദേവന്മാരുടെ ഭാഷയിൽ നടന്നു, ശൈലിയിൽ നടന്നു. അവർ കാളയെയും മറ്റും ആരാധിച്ചു. ഒത്തിരി തെളിവുകളുണ്ട്. പുരോഹിതന്മാർ മദ്യപന്മാരായി, മേശകളൊക്കെയും ശബ്ദിൽ കൊണ്ട് വഷളായി. പുരോഹിതന്മാർ ചാഞ്ചാടി മത്തനെ പോലെ ആടി നടന്നു. കാലം വല്ലാതെ മാറി. യേശു ജനിക്കാതെ വണ്ണം ഇസ്രായേലിനെ മലിനമാക്കി. എങ്കിലും വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ സന്തതിയെ ഒരു കുറ്റിയായി ദൈവം കൊണ്ടുവന്നു. ഒടുവിൽ യേശു ജനിച്ചു. ദൂതൻ അനൗൺസ് ചെയ്തു, യേശു ജനിച്ചിരിക്കുന്നു. ആ സമയത്ത് സ്വർഗീയ സൈന്യത്തിൽ ഒരു വിഭാഗം അവരോട് ചേർന്ന് സംസാരിച്ചു. എന്തോ വരുന്നു?
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇവിടെ കുഞ്ഞിൻ്റെ ജനന സമയത്ത് ജോസഫ് പുണ്യവാളൻ, അങ്ങനെ നമ്മൾ വിളിക്കുന്നത്, ജോസഫ് പുണ്യവാളൻ വളരെ ഭാരപ്പെട്ടിരിക്കുക. ജനന സമയം കറക്റ്റ് കണക്ക് കൂട്ടാൻ അറിയാൻ വയ്യ. കാര്യം എന്നാ ഇവൾ ഗർഭിണിയായത്, അത് ദൂതനും അവളും തമ്മിലുള്ള ഇടപാടാ, ഒന്നും ആർക്കും അറിയത്തില്ല. മനുഷ്യൻ ഒരു അറിവുമില്ല. അതുകൊണ്ടൊരു ഗായക സംഘത്തെ വിളിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ യാത്രയിൽ ഒരു ഗായക സംഘത്തെ വിളിക്കാൻ നിവർത്തിയില്ല. ഞാൻ എന്തു വേണം, ഒരു വളർത്തപ്പനായി ഞാൻ മാറിപ്പോയല്ലോ എന്ന് ദൂതൻ ജോസഫ് വിചാരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മറുപടി ഉണ്ട്. ജോസഫേ, നീ അല്ലടാ അതിനൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരേണ്ടത്. കൊച്ച് നിന്റെ അല്ല, എൻ്റെയാ. കൊച്ച് നിന്റെ അല്ല, എൻ്റെയാ. അതുകൊണ്ട് സ്തുതിഗീതങ്ങൾ മുഴക്കുവാൻ ഞാൻ ആളിനെ അയച്ചോളാം. സ്വർഗത്തിൽ നിന്നൊരു സൈന്യം ചേർന്ന് പാടിയെന്ന് പറഞ്ഞത് ക്ഷമിക്കണം, ചേർന്ന് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നവർ ആർത്തു വിളിച്ചു. അങ്ങനെ യേശുവിൻ്റെ ജനനം അനൗൺസ് ചെയ്യപ്പെട്ടു. ജനനം അനൗൺസ് ചെയ്യുമെന്ന് മാത്രമല്ല, യേശുവിനെ കണ്ട ദൃക്സാക്ഷികൾ വേണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പ്രായം ചെന്ന വൃദ്ധനായ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. ശിമയോൻ ഭയങ്കര പുള്ളിയാ കേട്ടോ. ശിമയോന്റെ പഴയ ജോലി, ചരിത്രപ്രകാരം ശിമയോന്റെ പഴയ ജോലി വേദപുസ്തകം പകർത്തി എഴുതുക. വേദപുസ്തകം പകർത്തി എഴുതാൻ സാധാരണക്കാരന് അവർ അനുവാദം കൊടുക്കത്തില്ല. ഏറ്റവും ഭക്തിയും ഏറ്റവും ദൈവകൃപയും നിറഞ്ഞുവെന്ന് പരസ്യമായ സാക്ഷ്യമുള്ള 60-ലധികം വയസ്സ് പ്രായമുള്ള, മിക്കവാറും 80-ലധികം വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ, കാരണം കാമവികാരങ്ങളും മറ്റും ജീവിതത്തിൽ ഇളകി എഴുതുന്ന കൂട്ടത്തിൽ അവൻ അശുദ്ധനായി മാറാതിരിക്കേണ്ടതിന് കഴിയുമെങ്കിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള, മാൻഡേറ്ററി നിയമപ്രകാരം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജീവിത സാക്ഷ്യമുള്ള ആളിനെ മാത്രമേ വേദപുസ്തകം പകർത്തി എഴുതുവാൻ അനുവദിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, യഹൂദന്മാർ ഇന്ന് പണിയുന്ന വീടുകളിൽ, ഇന്നും പണ്ടു മുതൽ യഹൂദന്മാർ പണിയുന്ന വീടുകളിൽ കട്ടിളക്കാലിൻ്റെ ഒരു വശത്ത് ഒരു കൊച്ച് പാർച്ചർ എന്ന് പറയും, ഒരു കൊച്ചു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വെക്കും. ഒരു കൊച്ചു പെട്ടി എന്ന് വെച്ചു, കൊച്ചു പെട്ടി. എൻ്റെ ഓർമ്മയിൽ ഒരു 3/4 സെൻറ്റിമീറ്റർ വീതിയും ഏറെക്കുറെ ഒരു 5 സെൻറ്റിമീറ്റർ നീളവുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള ഒരു കൊച്ചു പെട്ടി കാണും എല്ലാ ഇസ്രായേലിൻ്റെ വീടുകളിലും. അതിനകത്ത് 10 കൽപ്പനകൾ എഴുതിയ ഒരു കൊച്ചു കടലാസ് കഷ്ണം ഇരിപ്പുണ്ട്. ഒരു ഇസ്രായേലിയൻ വീടിൻ്റെ വെളിയിലോട്ട് പോകുമ്പോൾ വലത്തെ കൈ ആ കട്ടിളക്കാലിൻ്റെ മേൽ വെക്കും. അതായത് വെളിയിലോട്ട് പോകുമ്പോൾ കട്ടിളക്കാലിൻ്റെ വലത്തുവശത്തായിരിക്കുന്നത്. കൈ വെച്ചേച്ച് പറയും, ദൈവമേ, ഞാൻ വെളിയിലോട്ട് പോകുക, ഈ ന്യായപ്രമാണം അനുസരിച്ച് നടന്നോളാം, എന്നെ സൂക്ഷിക്കണം. അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് കയറുമ്പോൾ ഇടത്തെ കൈ അങ്ങോട്ട് വെക്കും. അവിടെ അതിരിക്കുന്നത് ഇടത്തെ കൈ അങ്ങോട്ട് വെച്ച് പറയും, കർത്താവേ, പരിപാലിച്ച് സൂക്ഷിച്ചതിനായി നന്ദി. ഈ വീട്ടിൽ അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ ആചരിച്ചോളാം. എൻ്റെ അതിൽ 5-6 പീസ് ഇരിപ്പുണ്ട്. ഈ പറയുന്ന 3/4 ഇഞ്ചോളം വീതിയുള്ള, 5 ഇഞ്ചോളം നീളമുള്ള, അതാ ഞാൻ പെട്ടെന്ന് ഓർത്ത് അതിനെന്നെ നീളവും വീതിയും വരുമെന്ന്, പ്ലാസ്റ്റിക് കവറുകൾക്കകത്തുള്ള കൽപ്പനകൾ ഒരു 5-6 എൻ്റെ ഇരിപ്പുണ്ട്. ചുമ്മാ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ, എങ്ങും വെച്ചിട്ടില്ല. എൻ്റെ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. വല്ലപ്പോഴും ചർച്ചിനകത്ത് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കാണിക്കും. അതിന് പല വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും, പല വിലയ്ക്ക്. 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരോഹിതന്മാരുടെ കൈ കൊണ്ട് എഴുതിയ കടലാസ് കഷ്ണമാണ് അതിനകത്തിരിക്കുന്നതെങ്കിൽ $100 ഒരെണ്ണത്തിൻ്റെ വില. അല്ല, 60 വയസ്സിന് അടുത്ത് മേളിൽ 80-ന് താഴെയുള്ള പുരോഹിതന്മാരുടെ കൈ കൊണ്ട് എഴുതിയതാണെങ്കിൽ അതിന് $50 വില. പുരോഹിതൻ്റെ കൈ കൊണ്ടല്ല, സാധാരണക്കാരൻ്റെ കൈ കൊണ്ടാണ് എഴുതിയതെങ്കിൽ $10 കിട്ടും. എല്ലാം 10 കൽപ്പനയാണ്, ഒന്ന് തന്നെയാണ്. എഴുതിയ ആളിൻ്റെ മഹിമയാണ് അവർ കാണിക്കുന്നത്. ന്യായപ്രമാണം പകർത്തി എഴുതണമെങ്കിൽ വിശുദ്ധനെന്നും പ്രാർത്ഥനാ ജീവിതമുള്ളവനെന്നും പൊതുസാക്ഷ്യമുള്ള, കഴിയുമെങ്കിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളിനെ കൊണ്ട് എഴുതിക്കത്തുള്ളൂ. അങ്ങനെ എഴുതുന്ന ഒരാളായിരുന്നു ശിമയോൻ. ശിമയോൻ ഒരിക്കൽ യെശയ്യാവിൻ്റെ പുസ്തകം പകർത്തി എഴുതുമ്പോൾ ഒരു പദം കണ്ടു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അദ്ദേഹം തൂലിക താഴെ വെച്ച് പറഞ്ഞു, അസംഭവ്യം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ഇത് എങ്ങനെ എഴുതും? ഞാൻ എഴുതാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശിമയോനോട് സംസാരിച്ചു, എഴുത് ശിമയോനെ, എഴുത്. ഈ ശിശുവിനെ കാണുന്നതിന് മുന്നമേ നീ മരണം ആസ്വദിക്കയില്ല. അതാ ശിമയോൻ.
പ്രായം കഴിഞ്ഞു. ശിമയോൻ്റെ മക്കളൊക്കെ മരിച്ചു. ശിമയോൻ ജീവനോടിരിക്കുക. ഒരു ദിവസം ആരാധനയ്ക്കൊന്നും പോകത്തില്ല, ആലയത്തിൽ പോകത്തില്ല, പ്രായം കഴിഞ്ഞു, പടുകളവനാ. ഒരു ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, എഴുന്നേക്ക് ശിമയോനെ. ആത്മനിയോഗപ്രകാരം ആലയത്തിലേക്ക് ചെന്നു. ഇനി ലൂക്കോസ് 2:20 വായിക്കാൻ നമുക്ക് അർത്ഥം മനസ്സിലാവും. അവൻ ആത്മനിയോഗപ്രകാരം ആലയത്തിലേക്ക് ചെന്നപ്പോൾ നീണ്ട ലൈനാണ് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കേണ്ടതിന്. അതിനകത്ത് മറിയ ഈ ശിശുവുമായി വന്ന് നിൽക്കുക. ശിശുവിനെ ഇവൻ കണ്ടു. അടുത്ത് ചെന്ന് ശിശുവിനെ കയ്യിലേന്തി തൊട്ടു നോക്കി. നാഥ, തിരുവചനം പോലെ അടിയനെ പറഞ്ഞയക്കണമേ. ഈ പ്രായം വരെ ഞാൻ കത്തിരുന്നത് ഇത് കാണാനാ. ഞാൻ അടിയൻ്റെ കണ്ണിത് കണ്ടല്ലോ. ഈ സമയത്താണ് ഹന്ന എന്ന പ്രവാചകി, വയോധികയായ ഹന്ന, അവളും വന്ന് ശിശുവിനെ കണ്ടു, ദൈവത്തെ പുകഴ്ത്തി. തൻ്റെ വചനം, തൻ്റെ ജനനം പ്രഘോഷിക്കപ്പെട്ടു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. അതെ, യേശു കുഞ്ഞിൻ്റെ ജനനം നടന്നു. 30ാമത്തെ തിരുവയസ്സിൽ യേശു സ്നാനമേറ്റു. 30ാമത്തെ തിരുവയസ്സിൽ യേശു സ്നാനമേറ്റു. സ്നാനമേറ്റ ശേഷം യേശു പരസ്യ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ, മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്തായിരുന്നു പ്രസംഗിച്ച വാചകം? കാലം തികഞ്ഞു. ഈ വിറ്റുകളഞ്ഞ ജാതിയെ തിരഞ്ഞെടുക്കാൻ പോവാ, തിരിച്ചു വിളിക്കാൻ പോവാ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ചില സുവിശേഷം നിങ്ങളെ അറിയിക്കും, അത് വിശ്വസിപ്പീൻ. കാലം തികഞ്ഞു. ഏത് കാലമാണ്? ന്യായപ്രമാണത്തിൻ്റെ കാലം തികഞ്ഞു. അങ്ങനെ യേശു വിളിച്ചു പറഞ്ഞു. യേശു ഒരു കൂട്ടം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ടക്കെന്ന് ചാടുക, ഇത്രയും വലിയ വിഷയം തൊടുവാൻ. യേശു ഒരു കൂട്ടം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടാണ് എനിക്ക് ജോലി ചെയ്യിക്കാനുള്ളത്. പഴയ നിയമത്തിൽ അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഇച്ചിരിയും സ്ഥലത്തുള്ള പണിയേ ഉള്ളായിരുന്നു. പക്ഷെ നിങ്ങളെ ലോകം മുഴുവനും എനിക്ക് അയക്കാനുണ്ട്. നിങ്ങളെ കൊണ്ടാണ് എനിക്ക് ജോലി ചെയ്യിക്കാനുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 6:10, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കൾച്ചർ തെറ്റിയ പൈശാചിക രാജ്യത്ത്, ഈ കൾച്ചർ തെറ്റിയ ലോക ജീവിതത്തിൽ അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിങ്ങൾ ഇത് വേണം പ്രാർത്ഥിക്കുവാൻ. ആ ജനത്തിന് വേണ്ടി അതിൻ്റെ കൾച്ചർ മാറ്റിയെടുക്കേണ്ടതിന് യേശു തയ്യാറായി. ഞാൻ ഒരു വാക്ക് പറയാതെ പോയാൽ ശരിയാകത്തില്ല. യേശു കാൽവറിയിൽ വില മുടക്കി. യേശു മാനവവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ളത് കാൽവറിയിൽ ചെയ്തു. യേശു കാൽവറിയിൽ ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത്, യോഹന്നാൻ 3:14 മുതൽ 18 വരെ ബൈബിൾ പറഞ്ഞത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവങ്കിലേക്ക് നോക്കിയവർ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അങ്ങനെ മനുഷ്യപുത്രനെ ഉയർത്തുവാൻ തീരുമാനിച്ചവൻ അവർക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി കല്ലറയിൽ അടക്കപ്പെട്ടു. 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് അന്ന് രാത്രിയിൽ ശ്രദ്ധിച്ചോണം. ആദമിനെ എങ്ങനെയായിരുന്നു സൃഷ്ടിച്ചത്? സ്വർഗത്തിൽ ആത്മാവിനെ സൃഷ്ടിച്ചു, ഭൂമിയിൽ മനുഷ്യരിടം സൃഷ്ടിച്ചു. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ആദമിൻ്റെ മൂക്കിലേക്ക് ഊതിക്കയറ്റി. യേശു എങ്ങനെയാണ് ഭൂമിയിൽ വന്നത്? ദൂതൻ മുഖേന അയക്കപ്പെട്ട വചനം മറിയയോട് സുവിശേഷീകരിക്കപ്പെട്ടു, സംസാരിച്ചു. അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടായി, അത് ശബ്ദമാ, ആ ശബ്ദമാ, അത് വാക്കാ. ബോസൻ എന്ന് ശാസ്ത്രം വിളിക്കും. പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാ? 3 ബോസനുകളാണ്. ബോസൻ, ശബ്ദം. ദൂതൻ വന്ന് മറിയയോട് സംസാരിച്ചു, ഒരു ശബ്ദമുണ്ടായി, അതിനകത്ത് ഊത്തുണ്ട്, അതിനകത്ത് വായു ചലിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ രാത്രിയിൽ 10 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യൂദ പോയി കെട്ടി, അവൻ വന്നില്ല. തോമസ് അപ്പോസ്തലൻ എങ്ങാണ്ട് പോയി, അദ്ദേഹവും വന്നില്ല. ബാക്കി 10 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിലോട്ട് വന്നു.
ഇവരെല്ലാം വെരുണ്ടുപോയി. ഭൂതമാണെന്ന് അവർ ഓർത്തത്. നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാണുമ്പോൾ ഭൂതമാണെന്നും ദുരുപദേശമാണെന്നും ഒക്കെ നമ്മൾ പറയും. യേശു അവരുടെ നടുവിലോട്ട് വന്നത് ഭൂതമല്ല, പക്ഷെ ശിഷ്യന്മാർ മൊത്തം വെരുണ്ടുപോയി. യേശു അവരോട് ചോദിച്ചു, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഞാൻ തിന്ന് കാണിക്കാം, ഭൂതമല്ലെന്ന് പറയാൻ. വല്ലതും ഉണ്ടോ കഴിക്കാൻ? അവർ പറഞ്ഞു ഉണ്ട്. കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു പുള്ളി പോയി ഒരു കഷ്ണം വറുത്ത മീൻ കൊണ്ടുവന്നു. വേറൊരുത്തം പോയി ഒരു കട്ട തേനും കൊണ്ടുവന്നു. ഇത് രണ്ടും കൂടെ ചേരുന്ന കോമ്പിനേഷനാണോ? ആരെങ്കിലും എനിക്ക് ചായ തന്നേച്ചാൽ അതിനകത്ത് കുറേ മുളക് പൊടി കൂടിയിട്ട് തരുമോ? ഉപ്പിട്ട് തരുമോ? ഇല്ല, ഇതൊന്നും യോജിക്കുന്ന കോമ്പിനേഷൻ അല്ല. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ ആദ്യം വരുമ്പോൾ കൊണ്ട കൊടുക്കുന്നത് വറുത്ത മീനും ഒരു കട്ട തേനും കൂടെ. ഇതെന്നെ പരിപാടിയാ. അവർ വെരുണ്ടുപോയി. ഈ വരുന്ന പുള്ളി ഇതൊന്ന് പോയി കിട്ടിയേ മതി, ഇത് ഭൂതമാ. അതുകൊണ്ട് ആദ്യം ഓടിയവന് കിട്ടിയത് മീനാണ്, അങ്ങേരെ അതും കൊണ്ട് വന്നു. രണ്ടാമത് ഓടിയവൻ്റെ തേൻ കിട്ടി, അവനെ അതും കൊണ്ട് വന്നു. എൻ്റെ യേശു ഇത് രണ്ടും കൂടെ തിന്നെന്ന്. എൻ്റെ യേശു ഇത് രണ്ടും കൂടെ തിന്നു. നീ എന്തു കൊണ്ടുവന്നാലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാ, എൻ്റെ കൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാ. എന്നിട്ട് അവരുടെ മേൽ ഒരു ഊത്തൂതി. അവരുടെ മേൽ ഒരു ഊതി യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഞാൻ ഭൂമിയിൽ ജനിച്ചതുപോലെ നിങ്ങൾക്കൊരു ജനനമുണ്ടാകാൻ പോകാ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നത് അങ്ങയുടെ രാജ്യം വരണേ എന്നാ. എൻ്റെ രാജ്യം സ്ഥാപിക്കാൻ ഞാൻ നിങ്ങളെ അയക്കുക. പിതാവിൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ പിതാവ് എന്നെ അയച്ചതുപോലെ എൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ ഞാൻ നിങ്ങളെ അയക്കുക. അവരുടെ മേൽ ഊതി എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക എന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഈ യേശുവിൻ്റെ കാൽവറി മരണ നിമിത്തം ജാതികളുടെ പൂർണ്ണ സംഖ്യ മടങ്ങി വന്നിരിക്കും. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ. റോമാലേഖനം 11-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരും. യേശുവിൻ്റെ കാൽവറി മരണം ജാതികളിൽ നിന്ന് വിടുവിക്കേണ്ട മുഴുവൻ വ്യക്തിയെയും വിടുവിക്കും. ജാതികളെന്ന് പറഞ്ഞത് ആരാ? ഇന്നാൾ വിറ്റുകളഞ്ഞ പുള്ളികളാണ്. സകല ജാതികളിലേക്കും സകല അന്യദേവന്മാരുടെ കസ്റ്റഡിയിലേക്കും വിട്ടുകളഞ്ഞ സകല ജനത്തെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ജാതികൾ. ജാതികളുടെ പൂർണ്ണ സംഖ്യ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും എന്ന് എടുത്തു പറഞ്ഞു. ലൂക്കോസ് 21:24 യേശു തന്നെ ഇക്കാര്യം പറയുന്നത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, ഇനിയും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, ഇവരുടെ മേൽ ഓൾറെഡി ഊതിയല്ലോ, യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു വെച്ച് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവേ, ആത്മാവിനെ തന്നതല്ലേ, ഞങ്ങളുടെ മേൽ ഊതിയതല്ലേ. ഉയർത്തെഴുന്നേറ്റ അന്ന് 40 ദിവസം കൂടെ കഴിഞ്ഞില്ല. ഇപ്പം ഇനി എന്നെ കാത്തിരിക്കാനാ? മോനെ, ഞാൻ ഊതിയത് നിഴലാ. ദൈവം പലതും ചെയ്യുന്നത് ആദ്യം നിഴലും പിന്നെ പൊരുളും കാണിക്കും. ഞാൻ ഊതിയത് നിഴലാ. സാക്ഷാൽ നിങ്ങളുടെ മേൽ ഊതേണ്ടത് പിതാവാ. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അങ്ങനെ പറഞ്ഞ ശേഷം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ പോയി യെരുശലേമിൽ കാത്തിരുന്നു. 10ാമത്തെ ദിവസം സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ ഊത്ത്. അത് പിതാവായ ദൈവത്തിൻ്റെ ഊത്ത. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല ജാതിയോടും പ്രസംഗിക്കുവാൻ. എന്ത്? നിങ്ങളെ വിറ്റുകളഞ്ഞ ഇടത്തു നിന്ന് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. ആ ഊത്ത് പിതാവായ ദൈവം ഊതി. അതിനെക്കുറിച്ചൊക്കെ ഓരോ തർജ്ജമകളിൽ പറയുന്നത് കാണണം. ലൈക്ക് എ വയലന്റ് ബ്രത്ത്, ഒരു അതിശക്തമായ ഒരു ഊത്ത് ഒരാൾ ഊതുന്നത് പോലെ സ്വർഗത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. വീട് മുഴുവനും നിറച്ചു. ആത്മാവിൻ്റെ തീ ഇറങ്ങി വന്നു. ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഓരോരുത്തൻ അന്യഭാഷകളിൽ സംസാരിച്ചു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. പണ്ട് ബാബേൽ കോട്ടയെങ്കിൽ ഭാഷ പിണക്കി ജാതികൾക്ക് വിറ്റവൻ ജാതികളെ വീണ്ടുകൊള്ളും എന്ന് കാണിക്കേണ്ടതിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നവർക്കും അവരവരുടെ ഭാഷയിൽ ഈ പറയുന്നത് മനസ്സിലായി. റിസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്തു, വീണ്ടെടുപ്പ് ആരംഭിച്ചു എന്ന് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുന്നമേ റിസ്റ്റോറേഷൻ ആരംഭിച്ചു. വീണ്ടെടുപ്പ് സാധ്യമായി. അവർ സംസാരിക്കുന്ന ഭാഷ എല്ലാവർക്കും തിരിഞ്ഞു.
യെശയ്യാവിന്റെ പുസ്തകം 45-22-23 വാക്യങ്ങളിൽ പറയുന്നത്, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുക. ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും ഞാൻ വിറ്റ് കളഞ്ഞിരുന്നവരെ മടങ്ങി വരിക. സകല ഭൂസ്വാമിവാസികളുമേ എങ്കിലേക്ക് നോക്കി തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. ഞാനല്ലാതൊരു ദൈവവുമില്ല. എന്നാണ് എൻ്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും. നിങ്ങൾ ഒരുപാട് ദൈവങ്ങൾക്ക് വിൽക്കപ്പെട്ടവരാ. അവരുടെ കഷ്ടവും സമ്പ്രദായവും നിങ്ങൾ ആചരിച്ചവരാ. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ ദൈവങ്ങളെന്ന് വ്യാജപ്പേര് പറഞ്ഞവർ മുഴുവനും എൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്നത് നിങ്ങൾ കാണും. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. സകല ഭൂവാസികളുമേ മടങ്ങി വരിക. എനിക്കതിനേക്കാൾ കൂടുതൽ അത് പറയാൻ ഒക്കത്തില്ല, നേരമില്ലാത്തത് കൊണ്ട് മാത്രം പോവുക. യേശു അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശു കൊണ്ടെന്ന് അറിയിച്ചേച്ചു പോരുക എന്നല്ല, ശിഷ്യരാക്കാൻ. ശിഷ്യൻ ഗുരുവിനെ പോലെ നടന്നേ പറ്റൂ. ശിഷ്യൻ യജമാനനെ പോലെ ഇടപെട്ടേ പറ്റൂ. നിങ്ങളെല്ലാവരോടും യേശുവിനെ കുറിച്ച് പറഞ്ഞേച്ചു പോരാനല്ല പറഞ്ഞത്, സകല ജാതികളെയും ശിഷ്യരാക്കുക. ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് ജാതീയ പാരമ്പര്യങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ സുവിശേഷകന്മാർ എല്ലാ ദിവസവും പറയുക. മർക്കോസിന്റെ സുവിശേഷം 16:15 പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും, ഭൂലോകം മുഴുവൻ കാര്യം മുഴുവനിടത്ത് ഞാൻ വിറ്റതാ, ഭൂലോകം മുഴുവനും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. ഞാൻ വിറ്റിടത്തുനിന്ന് എൻ്റെ ജനത്തെ ഞാൻ വീണ്ടെടുക്കുകയാണ്. ഞാൻ വിറ്റിടത്തുനിന്ന് എൻ്റെ ജനത്തെ ഞാൻ വീണ്ടെടുക്കുകയാ. സകല ഭൂമിയും എൻ്റേതാ. എൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഈ ആശയങ്ങൾ ഗൗരവമല്ലേ? ഈ ആശയങ്ങൾ വളരെ ഗൗരവമാണ്. പിന്നെ അവനവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് അവരോട് പറഞ്ഞു. സകല ജാതികൾക്കും സകല സാമ്രാജ്യങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ രക്ഷ. ആകയാൽ മത്തായിയുടെ സുവിശേഷം 28:19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പറഞ്ഞ് കൺവിൻസ് ചെയ്യാനല്ല, പറഞ്ഞ് മനസ്സിലാക്കാനല്ല, പറഞ്ഞ് ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതിനുവേണ്ടി അവരെ പറഞ്ഞയച്ചു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റു. എന്നാണിത്? പിതാവാം ദൈവത്തിൻ്റെ ഊത്ത് സ്വർഗത്തിൽ നിന്ന് വന്നു. ആത്മാവിൻ്റെ തീ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ജനം അന്യഭാഷകളിൽ സംസാരിച്ചു. ആത്മാവ് വന്നതിനെ തുടർന്ന് പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റു എന്ന് വെച്ച് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. സഭ ഇത് പരസ്യമായി വിളിച്ചു പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം വിടരുത്. 2-ാം അധ്യായത്തിൻ്റെ 38 ഞാൻ വായിച്ചു. അവിടെ മുതൽ 40 വരെ കണ്ടിന്യൂസ്ലി വായിക്കേണ്ടതാണ്. 38 ഞാൻ വായിച്ചു. അതിനകത്ത് പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞു. നമ്മളിൽ പലരും അവിടെ കൊണ്ട് നിർത്തി. പക്ഷെ അപ്പോസ്തലന്മാർ നിർത്തിയില്ല. 40 വരെ വായിക്കുമ്പോൾ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു. അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും, തലമുറയിൽ നിന്നൊരു വേർപാട്. നിങ്ങൾക്കറിയാമോ, വ്യത്യസ്ത തലമുറകൾക്ക് വ്യത്യസ്ത ഫാഷനാണ്. എനിക്ക് 77-ാമത്തെ വയസ്സ് നിൽക്കുക. 10-20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, വെൽ ബോട്ടം പാൻ്റ് എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആനയുടെ കാല് പോലെ, പ്രായമുള്ളവർക്കൊക്കെ അറിയാം വെൽ ബോട്ടം പാൻ്റ്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ അതങ്ങ് ചുരുങ്ങി ഒരു കുഴല് പോലൊരു പാൻ്റായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. പണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൊമ്പം മീശ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പഴുതാര മീശയുമായിട്ട് നടക്കാൻ തുടങ്ങി. അതാത് തലമുറകൾക്ക് അതാത് കാലഘട്ടത്തിൽ ഓരോ ഫാഷനുണ്ട്. അതിനാണ്ടല്ല എന്നെ വിളിച്ചത് ക്രിസ്തു ശിഷ്യനാകാനാ. ഈ ആശയത്തിൻ്റെ ഗൗരവം സ്പഷ്ട
സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ ആകെ കിട്ടിയ സമയം ഞാൻ ഉപയോഗിക്കുക. സ്പഷ്ടമായി മനസ്സിലാക്കാൻ വേർപാട് എല്ലാവരോടും ചേർത്ത് പ്രസംഗിച്ചു. അവരപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, അതിന് തയ്യാറുള്ളവർ സ്നാനമേറ്റു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എല്ലാവരും ഇത് വിശ്വസിക്കത്തില്ല. റിയാക്ഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും അവർക്ക് നേരെ? എല്ലാവരും ഒന്നും ഇതൊന്നും അംഗീകരിക്കില്ല. ദൈവം ചിലർക്ക് 2 തെസ്സലോനിക്കർ 2:12 ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കേണ്ടതിന് വ്യാജത്തിൻ്റെ ആത്മാവിനെ അയക്കുന്നു. ചിലരുടെ മേൽ ദൈവം അയച്ചത് വ്യാജത്തിൻ്റെ ആത്മാവ്. അവർ വിശ്വസിക്കത്തില്ല. നോ വിശ്വസിക്കത്തില്ല. അവർ മനഃപൂർവ്വം മറുതലിക്കും. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 21 മുതലുള്ള വാക്യങ്ങൾ, 21 മുതൽ 28 വരെ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാതെ ഇരുന്നതിനൊത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. ദൈവത്തെ അറിയാഞ്ഞിട്ടല്ല, ദൈവത്തെ ഭയം കാണിച്ച് തൻ്റെ പ്രമാണത്തിൽ വരാതെ പോയവരെ അവൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. എബ്രായ ലേഖനം 3:15-16 വാക്യങ്ങളിൽ പൗലോസിൻ്റെ പ്രബോധനം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കീഴടങ്ങുവാൻ വിശുദ്ധ പൗലോസ് ആവശ്യപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 16:19-20 വാക്യങ്ങളിൽ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലാവരോടും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കുകയും അവരുടെ കൈകളാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു. വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം പല കാര്യം ചെയ്യും. ഇനിയും നമുക്കൊരു വാണിംഗ് ദൈവം തരുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആകാശത്തിലെ അന്ധകാര ശക്തിയോടുമാണ് നാം പോരാടി ജയിച്ചേ മതിയാകും. ഇതിനിടയ്ക്ക് പിശാചു കൊണ്ടുവരുന്ന ഒരുപാട് തത്വങ്ങൾ. ഒന്ന്, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദുരുപദേശം. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി, പൗലോസ് പറഞ്ഞതിന് വിപരീതമായി, പത്രോസ് പറഞ്ഞതിന് വിപരീതമായി ഏതെങ്കിലും ഒരു ഉപദേശം ഒരുവൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് ഞങ്ങളിൽ ഒരുത്തൻ മാത്രമല്ല, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാണെങ്കിലും, കാര്യം അങ്ങനെ പ്രസംഗിക്കുന്ന പല പുള്ളികളും ഭൂമിയിലുണ്ട്. ഒരു ദൂതനാണെങ്കിലും അവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ജയിക്കുന്നവന് വേണ്ടി ദൈവം പുതുവാന ഭൂമികൾ സൃഷ്ടിച്ചു. ഞാനങ്ങ് മാറുക. എൻ്റെ 1 മണി എന്നുള്ള സമയം ഏറെക്കുറയായി. ഇതിൻ്റെ ഉപദേശം ഒന്ന് സ്ഥാപിച്ച് പറയുക എന്നെൻ്റെ ആശയമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കമ്പ്യൂട്ടർ വരെ എടുത്തുകൊണ്ട് വരേണ്ടി വന്നു. കൃപയാൽ അതിവേഗത്തിൽ ഞാൻ ഓടിയെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിൻ്റെ രത്നച്ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ സാഹചര്യങ്ങൾ പലത് കണ്ടതാണ്. 6 വർഷത്തിന് മുമ്പേ ക്യാൻസർ വന്നു, മരണത്തോടടുത്തു. 10% ചാൻസേ ഉള്ളൂ രക്ഷപ്പെടാനെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നെ ഓപ്പറേഷന് കയറ്റിയത്. ഓപ്പറേഷന് കയറുന്ന സമയത്ത് ആ ഡോക്ടറെ അദ്ദേഹത്തെ പരിചയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒടുവിലായി ആരോടെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഡോക്ടർ സാധാരണ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു. നമ്മുടെ ഡോക്ടറെ നിങ്ങളോട് തന്നെ ചോദിക്കാനുണ്ട്. എന്നോട് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സർജറി മുഴുവനും നിങ്ങൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം. ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ തരണം. ഞാൻ തിരിച്ചു വന്നില്ലേ എൻ്റെ മൂത്ത മോൻ്റെ കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അത് എങ്ങനെ എടുക്കണ്ട? ഞാൻ പറഞ്ഞു, ഞാൻ ഫ്ലാഷ് ഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ട്. 18 GB 32 GB ഒരു ഫ്ലാഷ് ഡ്രൈവ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് കോപ്പി ചെയ്തിഞ്ഞ് തന്നാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുത്തു. മൂത്ത മോൻ എന്നോട് പറഞ്ഞു, ഡാഡി, ചിലപ്പോൾ ചിലർക്ക് നിയർ ഡെത്ത് അനുഭവങ്ങൾ ഉണ്ടാകും. OB എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയും, ആളുകൾ മരിച്ച ശേഷം എഴുന്നേക്കും. ഡാഡിക്ക് അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഓർത്ത് കിടന്നോണം. ചിലരെ ദൈവം സ്വർഗത്തിലൊക്കെ കൊണ്ട് കാര്യങ്ങൾ കാണിച്ചു വെച്ച് വിടും. ഡാഡിക്ക് എന്തെങ്കിലും പുതിയ വെളിപ്പാടുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയാ. ഡാഡി തിരിച്ചു വരും, ഒരു സംശയവുമില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു, അത് വന്നാലും വന്നില്ലേലും ഇയാളിത് തരുമടാ,
ഞാനില്ലെങ്കിൽ നീ വാങ്ങിച്ചോ. എൻ്റെ ആഗ്രഹം അത്രയൊക്കെ ഉള്ളൂ. അവിടുന്ന് തമ്പുരാൻ രക്ഷിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം ദൈവം എനിക്ക് തന്ന ദൂതായി. ഇന്ന് രാവിലെ ഇവിടുത്തെ പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നോട്, ഡിക്സൺ പാസ്റ്ററെ, ഞാൻ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാ. എൻ്റെ ഒറ്റ ഉടുപ്പ് എനിക്ക് ഇടാനൊക്കത്തില്ലായിരുന്നു. കാര്യം ഞാൻ അങ്ങ് ചെറുതായി. അപ്പോൾ ഉടുപ്പെല്ലാം നാച്ചുറലി വലുതായി. ഒറ്റ പാൻറ് എനിക്ക് ഇടാനൊക്കത്തില്ലായിരുന്നു. മുഴുവൻ ഡ്രസ്സ് മാറേണ്ടതായി വന്നു. ഇപ്പോൾ ഒത്തിരി കൂടെ വളർന്നു, പിന്നെ ഒത്തിരി കൂടെ തടി വെച്ചു. മുഴുവനും സംഭവിച്ചു. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഒരു ഇഡ്ഡലിയാണ് എൻ്റെ ഒരു നേരത്തെ ആഹാരം. അതിൽ കൂടുതൽ കഴിച്ചാൽ ദഹിക്കത്തില്ല. ഒരു ഇഡ്ഡലിയാണ് എൻ്റെ ഒരു നേരത്തെ ആഹാരം. അതിൻ്റെ എനർജി അല്ല ഞാനിവിടെ എടുക്കുന്നത്. ഇറ്റ്സ് സംതിങ് ഡിവൈൻ. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും എൻ്റെ കയ്യെ പിടിച്ചായിരിക്കും ഇറക്കുന്നത്, അല്ലെ എന്നെ വിറയ്ക്കും. പക്ഷെ ഇതിനകത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ പവർ. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. ഇത് സഭയെ അറിയിക്കാൻ, ജനലക്ഷങ്ങളെ അറിയിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞായറാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന സന്ദേശം ഹാർവസ്റ്റ് ടെലിവിഷനിലുണ്ട്. ബ്രദർ ബിബി എന്നോട് പറഞ്ഞത്, ഹാർവസ്റ്റ് ടെലിവിഷൻ്റെ ഓണർ ബിബി എന്നോട് പറഞ്ഞത്, 55 ലക്ഷം ആളുകൾ എങ്കിലും ഞായറാഴ്ച രാവിലത്തെ മെസ്സേജ് കാണുന്നുണ്ട്. ലോകത്തിൻ്റെ 5 വൻകരകളിലായി 55 ലക്ഷമെങ്കിലും. ജനത്തോട് പറയുവാൻ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചെങ്കിൽ പിശാചേ നിനക്കിത് തടയാനൊക്കത്തില്ല, ഞാനിത് പറഞ്ഞിരിക്കും. ഞാൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ഇത്ര സീരിയസ് ആയ ഒരു സർജറി, അത് കഴിഞ്ഞാണ് കൊറോണ. കൊറോണയിൽ നിന്ന് പുറത്തു വരത്തില്ല എന്ന് എല്ലാവരും ഒരുപോലെ വിശ്വസിച്ചു. എനിക്കും ഭയങ്കര സംശയമായിരുന്നു. ഞാൻ എൻ്റെ ഡെത്ത് വില്ലൊക്കെ പണ്ട് എക്സിക്യൂട്ട് ചെയ്താ. എന്നെ തട്ടിക്കളയും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചെറുത്തന്മാരുണ്ട്. അതുകൊണ്ട് എൻ്റെ മരണ വില്ലൊക്കെ ഞാൻ വിൽപ്പത്രമൊക്കെ പണ്ടേ എഴുതി വെച്ചതാണ്. ഇന്നതൊന്നും വാലിഡല്ല, എന്നാൽ എഴുതി വെച്ചതായിരുന്നു. ഇതിലെല്ലാം കഴിഞ്ഞ ശേഷമാണ് സർജറിക്ക് പുറകെ സർജറി, ഓപ്പറേഷന് പുറകെ ഓപ്പറേഷൻ. ഇത്രയും സീരീസ് കഴിഞ്ഞിട്ടും ഇന്നും യാത്ര ചെയ്യുവാനും ഇന്നും തിരുവചനം പറയുവാനും കർത്താവ് കൃപ തന്നെങ്കിൽ ഒരു തലമുറ എഴുന്നേൽപ്പിക്കാനാണ്, ഒരു തലമുറ എഴുന്നേൽപ്പിക്കാനാണ്. ജയിക്കുന്നവന് വെളിപ്പാട് പുസ്തകം 2:7, ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അതല്ലേ മോനെ ആദ്യം നഷ്ടപ്പെട്ടത്? അതല്ലേ ആദ്യം നഷ്ടപ്പെട്ടത്? ജയിക്കുന്നവന് ഞാൻ തരാം. എന്നെ അറിഞ്ഞവനെന്നല്ല, എന്നെക്കുറിച്ച് കേട്ടവനെന്നല്ല, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയവനെന്നല്ല, ജീവിത പോർക്കളത്തിൽ പോരാടി ജയിച്ചവൻ. നിങ്ങളെ തകർത്ത് കളയുവാൻ ശത്രു ഇന്നും പോരാടുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടാണ്. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ പറുദീസയിൽ നിന്ന് തിന്നാൻ തരും. വെളിപ്പാട് പുസ്തകം 3:5 ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് ധരിക്കും, പണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു തരും. പുതുവാന ഭൂമികൾ സൃഷ്ടിക്കപ്പെടും. പുതുവാന ഭൂമികളിലെ ഒരു പ്രത്യേകത, അവിടെ സമുദ്രമില്ല. അതെവിടെയാ സമുദ്രം ഉണ്ടായത്? ഭൂമിയെ ഇങ്ങോട്ട് വിടുവിച്ച് സമുദ്രം ഒന്നുണ്ടാക്കി വെച്ചു. പിന്നെ സമുദ്രത്തെ നാട് മുഴുവനും കയറാൻ അനുവദിച്ച് നിമ്രോദിന്റെ കാലത്ത് ഭൂഖണ്ഡങ്ങളായി, ദ്വീപുകളായി, സബ് കോണ്ടിനൻസ് ആക്കി, അയലൻസ് ആക്കി ഭൂമിയെ തിരിച്ചവൻ പറഞ്ഞു, ശാപം കഴിഞ്ഞതിനാൽ, ഒരു കൂട്ടം ജനം ജയിച്ചതിനാൽ സമുദ്രമേ പിൻവാങ്ങ്, ഇനി നിന്റെ ആവശ്യമില്ല. ശാപങ്ങൾ വിടുവിക്കപ്പെടുന്നതോടെ സമുദ്രം ഇനിയില്ല, ജയിക്കുന്നവന് ഞാൻ കൊടുക്കും. പകരം ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് നിൽക്കുവാൻ കർത്താവ് നമ്മെ ശക്തരാക്കും, പ്രാപ്തരാക്കും. ഞാൻ ഇവിടം കൊണ്ട് എൻ്റെ മെസ്സേജ് നിർത്തുക. മനസ്സിലായവർ അവരവരുടെ തീരുമാനത്തിനൊത്തവണ്ണം ദൈവവും നിങ്ങളും തമ്മിൽ ദൈവിക കൾച്ചർ, ദൈവിക പാരമ്പര്യം, ദൈവിക നീതി, ദൈവരാജ്യത്തിൻ്റെ പ്രമാണം അംഗീകരിക്കാൻ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. ഇനി ഞാൻ രോഗശാന്തിയുടെ ഭാഗങ്ങളിലേക്ക് തിരിയാൻ പോവാം. രോഗശാന്തിയുടെ ഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ 1-2 ആശയങ്ങൾ ഗൗരവമായി അങ്ങോട്ട് വെക്കട്ടെ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവം ഭൂമിയുടെ അന്തരീക്ഷം മാറ്റി. സൂര്യനിൽ നിന്ന് വരുന്ന വിഷരശ്മികൾ മാറ്റി. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം, അരിപ്പ. വിഷരശ്മികൾ മാറ്റി, ഇതിനകത്തെ അന്തരീക്ഷം മാറ്റി, നമുക്ക് വേണ്ടി ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാക്കി. നിങ്ങൾക്കറിയാമോ, സഹസ്രാബ്ദ യുഗത്തിൽ ഈ അന്തരീക്ഷം ഒന്നുകൂടെ മാറും. സഹസ്രാബ്ദ യുഗത്തിൽ വെളിച്ചം ഇന്നുള്ളതിൻ്റെ 7 ഇരട്ടിയായി വർദ്ധിക്കും. വെളിച്ചം ഇന്നുള്ളതിൻ്റെ 7 ഇരട്ടിയായി വർദ്ധിക്കും. ചൂട് കുറഞ്ഞിരിക്കും. മനുഷ്യന് സുഖവാസകരമായ ഒരനുഭവം സിദ്ധിക്കും. ചൂട് തീരെ കുറഞ്ഞ് തണുപ്പുള്ള സ്ഥലങ്ങളിലെ ചൂട് വർദ്ധിക്കും.
ചൂട് കൂടുതലുള്ള ഇടത്തെ ചൂട് കുറയും. അങ്ങനെ ഒരു ആവറേജ്, ഒരു സമശീതോഷ്ണാവസ്ഥ ഭൂമിയിലൊക്കെയും സംജാതമാകും. അന്ന് മനുഷ്യൻ്റെ ആയുസ് 100 വർഷം 1000 വർഷമായി വർദ്ധിക്കും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിക്കും. മനുഷ്യൻ്റെ ആയുസ് വൃക്ഷങ്ങളുടെ ആയുസ് പോലെയാകും. ഒരൊറ്റ ആടിനെ വളർത്തുന്ന കുടുംബം മുഴുവനും ആ ഒറ്റ ആടിൻ്റെ പാല് വിറ്റ് ഉപജീവനം കഴിക്കത്തക്കവണ്ണം വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. കൃഷി ചെയ്താൽ ഫലം ഇങ്ങനെ നിസ്സാരമല്ല. എല്ലാം കൂടെ എങ്ങനെ ഉണ്ടായി? അന്തരീക്ഷം ഒന്നുകൂടെ മാറ്റി. കർത്താവേ, അതെങ്ങനെ? അത് മോനെ നീ അറിയണ്ട, ഞാൻ ചെയ്തോളാം. നീ അറിയേണ്ട കാര്യമില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ അന്തരീക്ഷം ഒന്നുകൂടെ മാറ്റും. ആത്മീയ അർത്ഥത്തിലേക്ക് ഞാനൊന്ന് തിരിയട്ടെ. ഇസ്രയേൽ ജനം യാത്ര ചെയ്ത യാത്രാവേളയിൽ, നമുക്ക് ക്രിസ്തീയ സഭയ്ക്ക് മാതൃകയായി ഇസ്രയേലിനെയാണ് വെച്ചത്. ഇസ്രയേൽ യാത്ര ചെയ്ത യാത്രാവേളയിൽ പകലും രാത്രിയും യാത്ര ചെയ്യത്തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരെ നടത്തി അവരുടെ അന്തരീക്ഷം മാറ്റി. കിട്ടുന്നുണ്ടല്ലോ ഈ ആശയം? നമുക്ക് നിഴലായി പഴയ നിയമത്തിൻ്റെ മാതൃകയാണ് ഇസ്രയേൽ. രാവും പകലും അവരെ വഴി നടത്തേണ്ടതിന് അവർക്ക് വേണ്ടി ദൈവം അന്തരീക്ഷത്തെ മാറ്റി. പുറപ്പാട് പുസ്തകം 40:38, പുറപ്പാട് 40:38, മറ്റേത് 13:21 ആയിരുന്നു. 40:38 ഇസ്രയേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിൻ്റെ മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൻ്റെ മേൽ അഗ്നിയും ഉണ്ടായിരുന്നു. ആകയാൽ സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ തിരുനിവാസം നിവർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിൻ്റെ മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. ഇന്ന് നമ്മുടെ സഭായോഗത്തിൻ്റെ മേൽ എന്തുണ്ടാകണം? ഞാൻ ഒരു പദം കൂടെ പറഞ്ഞോട്ടെ. ഇങ്ങനെ ദൈവത്തിൻ്റെ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇസ്രയേലിൻ്റെ മേലിരുന്നതിനാൽ അഗ്നിസർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമിയുടെ മണ്ണിൽ അവരെ തൊടാൻ ഒന്നിനു കഴിഞ്ഞില്ല. അവിടുന്ന് അഗ്നിസർപ്പത്തെ മാറ്റി എന്നല്ല പറഞ്ഞത്, തേളുകളെ മാറ്റി എന്നല്ല പറഞ്ഞത്. അഗ്നിസർപ്പങ്ങളും തേളുമുള്ള മണ്ണിൽ നിന്നെ കൊണ്ട് പാർപ്പിക്കുമ്പോൾ എൻ്റെ തേജസ്സിൻ്റെ മേഘം നിന്റെ മേൽ, കാര്യം നീ എൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്ന ജനമാ, എൻ്റെ തേജസ്സിൻ്റെ മേഘം നിന്റെ മേൽ. ആകയാൽ അഗ്നിസർപ്പം തൊടത്തില്ല. ദൈവം അനുവദിച്ച ഒരു സമയത്ത് ഇറങ്ങി കടിച്ചു. അത് ആ മേഘം മാറിയത് കൊണ്ടാ, അല്ലെ ദൈവം അനുവദിച്ചത് കൊണ്ടാ. ഒരൊറ്റ തേള് നിന്നെ തൊടത്തില്ല. ഇത് ഇസ്രയേലിൻ്റെ അനുഭവമായിരുന്നു. ഞാൻ ആത്മീക ഇസ്രയേലിനെ തൊടട്ടെ. അതാ നമുക്ക് ഇന്ന് വേണ്ടത്. ഞാൻ ആത്മീക ഇസ്രയേലിനെ തൊടട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, യഹോവ സിയോൻ പർവ്വതത്തിലെ സകല സ്ഥലത്തിൻ്റെ മേലും. എവിടുത്തെ സ്ഥലമാ? സിയോൻ പർവ്വതത്തിലെ, അതാ ദൈവസഭ. സിയോൻ പർവ്വതത്തിലെ സകല നിവാസത്തിൻ്റെ മേലും അതിലെ സഭായോഗങ്ങളിൻ്റെ മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. ഇന്നത്തെ സഭായോഗത്തിൻ്റെ മേൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനം പറയുന്നതിനാൽ നിങ്ങൾ പ്രത്യാശയോടും ആകാംക്ഷയോടും ഹൃദയദാഹത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനാൽ ഈ ദൈവിക സഭായോഗത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘം മൂടട്ടെ. ഇതിൻ്റെ മീതെ ഒരു വിധാനമുണ്ടാകട്ടെ. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിൻ്റെ മേലും അതിലെ സഭായോഗങ്ങളുടെ മേലും പകലിനൊരു മേഘവും രാത്രിക്കൊരു അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. ഇന്ന് പകൽ നാം ആ ദൈവിക വിധാനത്തിലേക്ക് മാറുകയാ. ആ ദൈവിക വിധാനത്തിൽ വൻകാര്യങ്ങൾ നടക്കും. 60-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ മേലൊരു വിധാനമുണ്ട്, നമ്മുടെ മേലൊരു വിധാനമുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ജാതികളുടെ ശക്തികൾ പ്രബലമായിരുന്നപ്പോൾ ചുണ്ടേൽ ചായം തേച്ചു, ചെറിയ ചായം തേച്ചു, കയ്യെ ചായം തേച്ചു, പച്ചകുത്തി കിഴിച്ചു നടന്നു. ദൈവപ്രകാശം ഉയരുമ്പോൾ, യഹോവയുടെ തേജസ് മീതെ ഉദിക്കുമ്പോൾ, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നു. മറ്റവൻ്റേത് കഴിഞ്ഞു.
ഞാൻ അവനെ ജയിച്ചു. ഞാൻ ആത്മാവിൽ മർമ്മങ്ങളെ വിളിച്ചു പറയുകയാ. മറ്റവൻ്റേത് കഴിഞ്ഞു, ഞാൻ ജയിച്ചതിനാൽ യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടും, കൂരിരുട്ട് ജാതികളെ മൂടും. എൻ്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഇന്ന് പകൽ ദൈവ തേജസ് ആകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 32:18 എൻ്റെ ജനം സമാധാനത്തിൽ വസിക്കും, സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമങ്ങളിലും പാർക്കും. വെള്ളത്തിനരികെയെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. ദൈവിക വിധാനത്തിൻ്റെ കീഴിൽ പാർക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, നിങ്ങൾക്ക് ഭാഗ്യം. നിങ്ങളുടെ രോഗങ്ങൾ അവൻ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ പറഞ്ഞായിരുന്നു ഒരല്പസമയം രോഗശാന്തിക്ക് വേണ്ടി എടുക്കുമെന്ന്. ഞാൻ ആ ഭൗതിക അർത്ഥത്തിൽ വിശദീകരിക്കാവുന്നതെല്ലാം വിശദീകരിച്ചു. ക്രിസ്തു ശിഷ്യന്മാരാകുവാൻ ഞാനൊരാഹ്വാനം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് തരട്ടെ. ഒരാഹ്വാനം നിങ്ങൾക്ക് തരട്ടെ. പ്രയോജനമില്ലാത്ത ലോകമോഹത്തിൻ്റെ പുറകെ ഓടാതെ പ്രയോജനമുള്ളതിൻ്റെ പുറകെ പോകുവാൻ, ദൈവത്തിൻ്റെ പുറകെ പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടാം. നമുക്കൊരു പുതിയ പ്രമാണത്തിലേക്ക് വരാം. ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവ പൈതലെ, നിങ്ങളും ഞാനും കൂടിയിരിക്കുന്ന ഇടത്ത് ദൈവിക സഭായോഗങ്ങളുടെ മേൽ, ക്രിസ്തീയ ആരാധനകളുടെ മേൽ വേറൊരു അന്തരീക്ഷം നിലവിൽ. ഭൂമിക്ക് മീതെ ഒരു അയണോസ്ഫിയർ അക്ഷരീകമായി സൃഷ്ടിച്ചവൻ ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ അന്തരീക്ഷം നിങ്ങളുടെ മുകളിൽ സൃഷ്ടിക്കട്ടെ. ദൈവം ഇന്ന് നമ്മുടെ മേലത് പകരട്ടെ. ഡെങ്കു രോഗബാധിതരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഒരു വിടുതൽ ദൈവത്തോട് ചോദിക്കാൻ പോകുകയാണ്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു, ഇന്നലെ രാവിലെ പറഞ്ഞു, ഡെങ്കു രോഗവുമായി ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തക്കാരിൽ ഒരാളോ, ഭവനത്തിലൊരാളോ, അയൽവക്കത്തൊരാളോ, സഭയിലൊരാളോ ഡെങ്കു രോഗത്താൽ ബാധിക്കപ്പെടുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കാമോ? അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കാമോ? ഞാൻ ഇന്നലെ അനൗൺസ് ചെയ്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കാമോ? ഡെങ്കു മാരകമായൊരു രോഗമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ ആരെയും കാണുന്നില്ല, ഫൈൻ. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് ഫലിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അന്തരീക്ഷം വേറൊന്നാ. ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ക്രിയകൾ നടക്കും. ചില അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ നടക്കും. ഞാൻ കേരളത്തിൽ നിന്ന് ഒരു ചെടി എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പപ്രായം മുതൽ കണ്ടിട്ടുള്ള ഒരു ചെടിയുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്കങ്ങ് വലിയ ഇഷ്ടമാണ് ആ ചെടിയോട്. ഞാൻ ആ ചെടി ബാംഗ്ലൂരിൽ കൊണ്ട് നട്ടു. ഒരു ജോലിക്കാരനെ ഞാൻ സ്ഥിരമാക്കി, ഇത് കരിഞ്ഞു പോകാതെ വെള്ളം ഒഴിച്ചോ. എത്ര വെള്ളം ഒഴിച്ചിട്ട് അത് വരികയില്ല. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ചെടി കൊണ്ടുപോയി, വരത്തില്ല. ഒടുവിൽ ഞങ്ങളൊരു വിധി വിധിച്ചു, ഈ അന്തരീക്ഷത്തിൽ കേരളത്തിലെ ചെടി വളരുകയില്ല. അവിടുത്തെ അന്തരീക്ഷത്തിലേ ഇത് വളരത്തുള്ളൂ. കേരളത്തിൽ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ പൂത്തു നിൽപ്പുണ്ട്. ആ ചെടി ബാംഗ്ലൂരിൽ വളരത്തില്ല, അവിടുത്തെ തണുപ്പിന് ഇത് പിടിക്കുകയില്ല. ബാംഗ്ലൂരിൽ ഒരല്പം കൃഷി ചെയ്യാൻ ഞങ്ങൾ അവിടുത്തെ ഹോർട്ടിക്കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കുരുമുളകിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുരുമുളക് നന്നായി ഉണ്ടാകും, പക്ഷെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുരുമുളക് കേരളത്തിലെ വളരത്തുള്ളൂ, അത് ബാംഗ്ലൂരിൽ വളരത്തില്ല. ബാംഗ്ലൂരിന് വേറെ കുരുമുളകാണ്. ആ അന്തരീക്ഷത്തിൽ ഇത് വളരത്തില്ല. ഇതിന് ഈ അന്തരീക്ഷം വേണം. തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നട്ടു വളർത്തുന്ന പല ചെടികളും നമ്മുടെ നാട്ടിൽ വളരത്തില്ല. അതിന് ഉപ്പ് രസമുള്ള വെള്ളം ഒഴിച്ചാലേ പറ്റത്തുള്ളൂ. നമുക്കതില്ല. ഇന്ന് രോഗശാന്തികൾ നടക്കത്തക്കവണ്ണം അന്തരീക്ഷത്തെ ക്രമീകരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ മീതെ ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. അവർ പോയി യേശുവിനെ പ്രസംഗിച്ചു. ദൈവം അവരോടുകൂടെ ഇരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ വചനത്തെ ഉറപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ഇതിനകത്ത് ചില വിടുതലുകൾ നടക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ സെക്ഷനിൽ അന്തരീക്ഷം മാറിയവരായി പോകുവാൻ എഴുന്നേക്ക്. ജാതീയമായ ഇതിൽ നിന്ന് മാറി ആത്മീകമായ ഇതിലേക്കും ദൈവികമായ ഇതിലേക്കും എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ, എൻ്റെ അന്തരീക്ഷത്തെ മാറ്റിയ ദൈവമേ അങ്ങയ്ക്ക് നന്ദി എന്ന് പറയാം. ഇന്ന് പകൽ ഒരു കൂട്ട ആരോഗ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ, ഒരു കൂട്ട വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഞാൻ പല പ്രാവശ്യം എടുത്തു പറയാറുണ്ട്. ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. 22 അംഗങ്ങളെയും കൊണ്ട് തുടങ്ങിയതാ ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ച്. 22 അംഗങ്ങൾ.
68,000 പേരെ എങ്കിലും എൻ്റെ കൈ കൊണ്ട് സ്നാനപ്പെടുത്തി. ഇന്ന് 22,000-ൽ കൂടുതൽ ആളുകൾ സഭയിൽ ആരാധിച്ചു വരുന്നു. 1000 ഇരട്ടിയിലധികം. എത്രയോ സഭകൾ അവിടെ നിന്ന് രൂപീകരിക്കപ്പെട്ടു. എത്ര 1000 വ്യക്തികൾ അവിടെ നിന്ന് വെളിയിലേക്ക് പോയി. എത്രയോ ശുശ്രൂഷകന്മാർ രംഗപ്രവേശനം ചെയ്തു. എന്തേ കാരണം? മീതെ ഒരു പ്രകാശത്തിൻ്റെ വലയം. ഇന്ന് പകലെ പ്രകാശത്തിൻ്റെ വലയം ഇതിനകത്തുണ്ടാകട്ടെ. ഈ സഭയുടെ ഏറെക്കുറെ ചെറിയ പ്രായം മുതൽ, ഏറെക്കുറെ ആരംഭകാലം മുതൽ എനിക്ക് ഈ സഭ പരിചയമുണ്ട്. ദൈവം നിങ്ങളെ വളർത്തിയ അമിതമായ ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പാസ്റ്റർ ഡിക്സനെ കുറിച്ച് ഇന്നലെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരാലോചന ഇങ്ങനെ തന്നു. തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ മേൽ വ്യാപരിച്ച ഒരു സ്വർഗീയ ഉറവയുണ്ട്. ആവർത്തിക്കാം, തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ മേൽ വ്യാപരിച്ച. ദൈവം എപ്പോഴെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു വ്യക്തിത്വത്തെ തിരഞ്ഞെടുക്കും. ഇസ്രയേലിനെ വിടുവിക്കുവാൻ ഒരു മോശയെ തിരഞ്ഞെടുത്തു. ഇസ്രയേലിനെ വളർത്തുവാൻ ഒരു ജോസഫിനെ തിരഞ്ഞെടുത്തു. ഇസ്രയേലിനെ ജനിപ്പിക്കുവാൻ ഒരു അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കും. ഒരു കൊച്ചു സമൂഹത്തെ തിരഞ്ഞെടുക്കും. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പകർച്ചകൾ പകരും. അവരെ വിഷണറീസ് എന്ന് വിളിക്കും. ആ വിഷണറികൾ ആ ദൈവിക പകർച്ച പകർത്തിക്കൊണ്ട് പരത്തിക്കൊണ്ട് എഴുന്നേൽക്കും. ഇന്ന് പകൽ ഈ സഭയെ ദൈവം ഏൽപ്പിച്ച ആ ദൈവിക കാഴ്ചപ്പാടുകൾക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പക്ഷെ പ്രാപിച്ചവരെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കാ. നമുക്കൊരു വൻ കടമയുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നു. ജാതീയ പ്രകാശങ്ങൾ അവിടെ നടക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ചതിനാൽ ഒരുപാട് പേർക്ക് പരിചയമില്ലാതിരുന്ന ഒരുപാട് തിരുവചന ഭാഗങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ 2-3 വർഷമായി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചനകൾ ഒന്ന് ചേർത്ത് വെക്കുവാൻ, ഇന്നലെയും ഇന്നുമായി ഇവിടെ വിളിച്ചു പറയുവാൻ സ്വർഗം തന്ന പദവിക്കായി സ്തോത്രം. ദൈവ അനുരൂപരായി മാറുവാൻ ഈ പകൽ സമർപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞാൻ ആരുടെയും വിശ്വാസത്തെ തടയാനല്ല, ഒരു ചരിത്ര സത്യം ഓർപ്പിക്കാൻ പോവുക. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യൻ, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യൻ ജോൺ വെസ്ലി എന്ന് പറയുന്ന ആളാണ്. ജോൺ വെസ്ലി മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനാണ്. അദ്ദേഹം 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തി എന്നാണ് പറയുന്നത്. 17 ലക്ഷം. അക്കാലത്തെ വാഹനം ഒരു കുതിരയായിരുന്നു. ആ ഒരു കുതിരയുടെ പുറത്ത് അദ്ദേഹം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി തിരിച്ചു വരുന്നതിൻ്റെ അത്രയും ദൂരം ഒരു കുതിരയുടെ പുറത്ത് സഞ്ചരിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നടുവിൻ്റെ വേദന എടുത്തിട്ട് വയ്യ, മോട്ടോർ സൈക്കിളിൻ്റെ ഷോക്ക് അബ്സർവർ പോരാ. അന്നൊരിക്കൽ ഞാൻ ചോദിച്ചു, കുതിരയുടെ ഷോക്ക് അബ്സർവർ ആണോ മോട്ടോർ സൈക്കിളിൻ്റെ ഷോക്ക് അബ്സർവർ ആണോ നല്ലത്? ജോൺ വെസ്ലി ഒരു കുതിരയുടെ പുറത്ത് ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ പോയി തിരിച്ചു വരുന്ന ദൂരത്തോടൊപ്പം ഭൂമിയിലൂടെ യാത്ര ചെയ്തു. 49,000 പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. തൻ്റെ പ്രസംഗങ്ങളിൽ മിക്കയിടത്തും കുതിരയുടെ ചാണകവും കൊഴിയും കമ്പും കൊണ്ട് ആളുകൾ എറിഞ്ഞ് അദ്ദേഹത്തെ ഓടിച്ചു. ഇതിൻ്റെ എല്ലാം ഒടുവിൽ 17 ലക്ഷം ആളുകളെ അദ്ദേഹം സ്നാനപ്പെടുത്തി. 17 ലക്ഷം. ജോൺ വെസ്ലിയുടെ അടുക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ അദ്ദേഹം പച്ചവെള്ളം ചോദിച്ചപ്പോൾ പച്ചവെള്ളം കൊണ്ട് കൊടുത്തു. പച്ചവെള്ളം ചോദിച്ചു, പച്ചവെള്ളം കൊണ്ട് കൊടുത്തു. എന്നോട് ക്ഷമിക്കണം. കൊടുത്തയാളിൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിന്റെ മേൽ കാണുന്ന ഈ സ്വരൂപവും മേലെഴുത്തും ആരുടെ അടി? ദൈവം സൃഷ്ടിച്ച ശരീരത്തിൽ ഈ സ്വരൂപവും മേലെഴുത്തും ഇല്ല. നിന്റെ കയ്യെ കാണുന്ന ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതാ? അവൾ പകച്ചു നിന്നു. കൊണ്ടുപോ, ഞാൻ ദാഹം കൊണ്ട് ചത്താലും നിന്റെ നിന്ന് വെള്ളം കുടിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഇരുളടഞ്ഞ ഒരു മണ്ഡലത്തിൽ വെളിച്ചം വീശുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഏറ്റെടുത്ത മനുഷ്യ. വസ്ത്രം ദൈവകൽപ്പനയാണ്. മുടി വെട്ടുന്നതും ഷേവ് ചെയ്യുന്നതും ദൈവകൽപ്പനയാണ്. ഞാൻ അനേക ഭാഗങ്ങളിൽ നിന്ന് തെളിയിച്ചു.
ദൈവകൽപ്പനയില്ലാത്തത് ജീവിതത്തിൽ ചെയ്യാതെ ദൈവാനുരൂപരായി മാറുവാൻ കഴിയുന്നവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക. ഞാൻ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ദയവായും ആരും എന്നോട് പറയരുത്. എനിക്കതിനുള്ള ആരോഗ്യമില്ല. ഉള്ള ആരോഗ്യത്തിൻ്റെ പരമാവധി ഞാനിവിടെ ഉപയോഗിച്ചു. 2, എനിക്കതിന് സമയവുമില്ല. ഞാൻ മിനിറ്റുകൾ കളയാതെ ഓടിയെങ്കിൽ മാത്രമേ എനിക്കിന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് ബാംഗ്ലൂരിൽ എത്താനൊക്കത്തുള്ളൂ. ചെല്ലാതിരിക്കാൻ ഒക്കത്തില്ല. ദയവായി ദൈവം എൻ്റെ യാത്രാ സൗകര്യങ്ങൾ തരണം. ഈ സമയം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് രോഗം അനുഭവിക്കുന്നവരായി, പ്രത്യേകിച്ച് ക്യാൻസർ ബാധിതർക്ക് ഞാൻ മുൻഗണന തരികയാണ്. ഹൃദ്രോഗികൾക്ക് ഞാൻ മുൻഗണന തരികയാണ്. ഡെങ്കു രോഗികളെ കാണാത്തത് കൊണ്ടാണ് അവർക്ക് മുൻഗണന തന്ന് പറയാത്തത്. ഇന്ന് പകൽ രോഗികളായി പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ആരുടെയും തലയിൽ വ്യക്തിപരമായി കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. എന്നോട് ക്ഷമിക്കണം, അതിനുള്ള സമയവും അവസരവും ഇല്ല. ഇത്രയും ജനമിരിക്കുന്നിടത്ത് വ്യക്തിപരമായി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ ഞാനൊരു രോഗിയാണ്. എന്നെ കർത്താവ് സൗഖ്യമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. പിന്നെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ അത്രയും വ്യക്തികളെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങയുടെ ക്ഷണത്തിൻ്റെ മുമ്പിൽ വില കൊടുക്കുവാൻ തയ്യാറായി എഴുന്നേറ്റ് നിൽക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരോടുകൂടെ ഇരിക്കണമേ.